നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ പോരാട്ടം സവിശേഷമായിരുന്നു. രണ്ട് സ്ഥാനാർത്ഥികൾ, രണ്ട് മുന്നണികൾ ആവേശകരമായി മത്സരരംഗം ഏറ്റെടുത്ത വടകരയിൽ പലപ്പോഴും അതിരുവിട്ടുപോയി പ്രചാരണം അല്ലെങ്കിൽ പ്രചാരണത്തിന് ഉപയോഗിച്ച മാർഗങ്ങൾ എന്ന വിവാദങ്ങളും ഉയർന്ന് പൊന്തി വന്നു. വടകരയിലെ LDF സ്ഥാനാർത്ഥി മുസ്ലിം വിരുദ്ധമായ പ്രതികരണങ്ങളും അല്ലെങ്കിൽ പ്രസംഗങ്ങളും നടത്തി എന്ന മറ്റുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഒഴുകി പരക്കുന്നത് കണ്ടു. UDF നേതൃത്വം അല്ലെങ്കിൽ ഷാഫിയുടെ നേതൃത്വത്തിൽ ലീഗുകാർ പ്രചരിപ്പിക്കുന്നതാണ് അത് എന്ന ആരോപണവുമായി KK ശൈലജ എന്ന LDF സ്ഥാനാർത്ഥി വാർത്താ സമ്മേളനം നടത്തി. നിഷേധിക്കുകയാണ് ഷാഫി ചെയ്തത്. അങ്ങനെ ആ ആരോപണ പ്രത്യാരോപണങ്ങൾ മറികടന്ന് തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ദിവസം തന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ആസൂത്രിതമായ ശ്രമം LDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന വിമർശനം ഉയർത്തിക്കൊണ്ട് ഷാഫി ഒരു വാർത്താ സമ്മേളനം കൂടി നടത്തി. കാഫറുകൾക്ക് വോട്ട് ചെയ്യരുത് എന്ന നിലയ്ക്ക് പ്രചരിച്ച സ്ക്രീൻഷോട്ടുകൾക്ക് പിന്നിൽ തനിക്കൊരു ബന്ധവുമില്ലെന്നും തന്നെ കുരുക്കാനും തന്നെ വർഗീയവാദിയാക്കാനും തന്നെ മുസ്ലിം വർഗീയവാദിയാക്കി ചാപ്പ കുത്താനും LDF നടത്തിയ നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് ഷാഫിയുടെ ആരോപണം. എന്നാൽ ചരിത്രത്തിലില്ലാത്ത വിധം വടകരയെ മതപരമായി വിഭാഗ്യത സൃഷ്ടിച്ചുകൊണ്ട് വിജയിക്കാൻ ലീഗും കോൺഗ്രസും ശ്രമിച്ചുവെന്നും അതിന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം മറുപടി നൽകുമെന്നും CPIM ലെഫ്റ്റ് പറയുകയാണ്. സത്യത്തിൽ വടകര എന്ന് പറയുന്ന മണ്ഡലത്തിനകത്ത് വലിയ വിഭാഗീയ നീക്കങ്ങൾ ഉണ്ടായോ? മതപരമായി ആളുകളെ വിഭജിക്കാനുള്ള ആലോചനയും പരിശ്രമവും പദ്ധതിയും അവിടെ അരങ്ങേറിയോ? എങ്കിൽ ആരൊക്കെയാണ് അതിന് കൊടിയെടുത്തു കൊടുത്തത്? ഈ വിഷയം സംസാരിക്കുകയാണ് നമ്മൾ ഇന്ന് സ്പെഷ്യൽ എഡിഷൻ. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഉള്ളത് KT കുഞ്ഞിക്കണ്ണൻ, മുതിർന്ന CPIM നേതാവ്, VR അനൂപ് കോൺഗ്രസിൽ നിന്ന്, ഫൈസൽ ബാബു മുസ്ലിം ലീഗ് നേതാവ്, NP ചെക്കുട്ടി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം KT കുഞ്ഞിക്കണ്ണൻ, ഈ വടകരയിൽ വലിയ തോതിലുള്ള മതവിഭാഗീയതയ്ക്കുള്ള ശ്രമമുണ്ടായി. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ വിജയിച്ചിട്ടില്ല എങ്കിൽ ഇത് മതവർഗീയതയുടെ വിജയമാണ് എന്ന് വിലയിരുത്തേണ്ടി വരും എന്നൊക്കെ കുറേ അധികം ആളുകൾ, ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ആളുകൾ തന്നെ നമ്മൾ നവമാധ്യമങ്ങളിൽ എഴുതി കാണുകയുണ്ടായി. ഞാൻ ചോദിക്കുന്നത് ആദ്യം CPM എന്ന പാർട്ടിയോടാണ്. അവിടെ ഇടതുപക്ഷം ജയിച്ചിട്ടില്ലെങ്കിൽ വടകര വർഗീയമാക്കപ്പെട്ടു എന്ന് വായിക്കണം എന്ന് CPMന് അഭിപ്രായമുണ്ടോ? അല്ല, വടകര വർഗീയ പ്രചരണങ്ങളെ തള്ളിക്കളിയാണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ ചർച്ചയിൽ ഒരു ഉദാഹരണം പറയാം. വടകരയിലെ ഏറ്റവും മുസ്ലിം ഭൂരിപക്ഷ വോട്ടർമാരുള്ള ബൂത്തുകൾ നിലനിൽക്കുന്ന സ്ഥലമാണ് വടകര താഴെയങ്ങാടി. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം, ഈ പാനലിസ്റ്റുകളായി വന്നിരിക്കുന്ന ആളുകൾക്കും അറിയാം വടകര താഴെയങ്ങാടി. താഴെയങ്ങാടിയിലെ 101, 102, 103, 104 ഈ ബൂത്തുകൾ പരിശോധിക്കൂ. ഈ ബൂത്തുകളിലെല്ലാം പോളിംഗ് ശതമാനം വളരെ കുറഞ്ഞു. 80-83% 2021-ലും 2019-ലും ഉണ്ടായിരുന്ന ആ ബൂത്തുകളിൽ പരമാവധി കിട്ടിയത് 74%. ആ 74% പോളിംഗ് ഉണ്ടായത് ഇടതുപക്ഷത്തിന്, അല്പം CPMും INLും ഒക്കെയുള്ള 103 എന്ന് പറയുന്ന ബൂത്തിലാണ്. ബാക്കി ബൂത്തുകളിലൊക്കെ 69, 70, 71 ഇതാണ് പെർസെൻറ്റേജ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ വലിയ ശ്രമം ലീഗിലെ ഒരു വിഭാഗം എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു, ഒരു വിഭാഗം കോൺഗ്രസ്സിലെ യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത നിരുത്തരവാദിത്വത്തെയും അങ്ങേയറ്റം പരിഹാസ്യമായ രാഷ്ട്രീയ നിലപാടുകളെയും മാത്രം മൂലധനമാക്കി രംഗത്ത് വന്നിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ, അവരാണ് വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ചത്. അതിന് കാരണം എന്താണെന്നറിയോ? സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സമൂഹത്തിലെ വലിയൊരു വിഭാഗം, വിവിധ സാമുദായിക ധാരകൾ ഈ തെരഞ്ഞെടുപ്പിൽ CAA ഉൾപ്പെടെയുള്ള കേന്ദ്ര രാഷ്ട്രീയ പ്രശ്നത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുമെന്ന് അവർക്കറിയാമായിരുന്നു. അപ്പോൾ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുന്ന മുസ്ലിം വോട്ടുകളെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ ഒരു മുസ്ലിം ഏകീകരണം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന സ്ട്രാറ്റജിയുമായിട്ടാണ് മിസ്റ്റർ ഷാഫി വടകരയിൽ രംഗപ്രവേശനം ചെയ്തത്. അതിനാവശ്യമായ രീതിയിൽ നിരവധി പ്രൊഫഷണൽ സോഷ്യൽ മീഡിയ കമ്പനികൾ, അതിൻ്റെ നെറ്റ്വർക്ക്, ആ സംവിധാനങ്ങൾ, ഇതിനെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രചരണങ്ങളാണ് ആദ്യം മുതലേ UDFകാർ തുടങ്ങിയത്. ആ UDFൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചതും നയിച്ചതും ഒരു വിഭാഗം തീവ്ര വർഗീയ നിലപാടുകളുള്ള ആളുകളാണ്. അത് മുസ്ലിം സമൂഹം ചെവിക്കൊണ്ടിട്ടില്ല എന്നാണ് ഈ പോളിംഗിൻ്റെ 2 ദിവസം കഴിഞ്ഞ് അതൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വടകരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വിധിയുണ്ടാകും. പക്ഷേ ആ വിധി ഉണ്ടാകുന്ന എന്താണ്? UDFിലെ ഒരു വിഭാഗം നടത്തിയ നിഷ്ഠൂരം ആ പ്രചരണങ്ങൾ നടക്കുമ്പോൾ നിശബ്ദനായ അതിനെല്ലാം പ്രോത്സാഹനം നൽകുകയും അത്തരം വീഡിയോകളും അത്തരം പോസ്റ്ററുകളും ഒക്കെ തന്നെ പടച്ചുണ്ടാക്കുന്ന പ്രൊഫഷണൽ കമ്പനികൾക്ക് പണം കൊടുക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്തം
ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥിക്കായിരുന്നു, ഷാഫി പറമ്പിലിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കായിരുന്നു. ഇപ്പോൾ ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമില്ലല്ലോ. ഷാഫി പറമ്പിലിന് വേണ്ടി പ്രവർത്തിക്കുന്ന UDFൻ്റെ പ്രമുഖരായ നേതാക്കൾ ചെറിയ ആൾക്കാരൊന്നുമല്ല. ഇപ്പോൾ 7ഓളം കേസുകൾ എടുത്ത് ആ 7 കേസുകളും പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്ന ആളുകളെല്ലാം എന്താണ്, മുസ്ലിം ലീഗിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട പ്രവർത്തകരാണ്, കോൺഗ്രസിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട പ്രവർത്തകരാണ്. ഇവരെല്ലാം തന്നെ പ്രചരിപ്പിച്ച പോസ്റ്ററുകൾ, വീഡിയോകൾ, അതേപോലെ തന്നെ അവർ ടീച്ചറുടെ പേജിനടിയിൽ വന്ന് എഴുതിയിട്ടുള്ള കമൻറ്റുകൾ, അതെല്ലാം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും വളരെ ആസൂത്രിതമായി ടീച്ചറെ വർഗീയമായി വലിയ രീതിയിൽ ഒരു വിദ്വേഷ പ്രചാരകയായിട്ട് ഇപ്പോൾ കേഴുവട്ടൻ പഠന ഗവേഷണ കേന്ദ്രം നടത്തി. അതായത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പല വിധത്തിലുള്ള മാർഗങ്ങൾ ആളുകൾ പ്രയോഗിക്കും. പാർട്ടി പ്രവർത്തകർ, അതിൻ്റെ സിംപതൈസേഴ്സ് പലതരത്തിലുള്ള പ്രത്യാക്രമണ മാർഗങ്ങൾ അവലംബിക്കും. നമ്മൾ വടകരയിലും അങ്ങനെ ചില സംഗതികൾ കണ്ടിട്ടുണ്ട്. ഷാഫി പറയുന്നത് അത് കേന്ദ്രീകൃത സ്വഭാവത്തിൽ ഞങ്ങൾ നടപ്പിലാക്കിയതാണ് എന്ന് നിങ്ങൾ ആരോപിക്കുന്നതിൻ്റെ വസ്തുത എന്താണ്? അങ്ങനെ എവിഡൻ്റ് ആയിട്ടുള്ള അവർ തന്നെ നടപ്പിലാക്കി, താങ്കൾ പറഞ്ഞു അവർ ഫണ്ട് ചെയ്തിട്ടുള്ള ഏർപ്പാടാണ് എന്ന്. അങ്ങനെ ഒരു ആരോപണം നിരുത്തരവാദപരമായി നിങ്ങൾ ഉന്നയിക്കുകയും ഷാഫിക്ക് മേലൊരു വർഗീയതയുടെ ചാപ്പ അടിച്ചു കൊടുക്കുകയും ചെയ്തു, അതിനാവശ്യമായ വിവരങ്ങളില്ലാതെ എന്നാണ് അവരുടെ ആരോപണം. സത്യത്തിൽ നിങ്ങൾ എന്തുമാത്രം ഉത്തരവാദിത്വ സ്വഭാവത്തോടെയാണ് ഷാഫിയാണ് ഇതിൻ്റെ കേന്ദ്രബിന്ദു എന്നാരോപിക്കുന്നത്? അത് വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ്. ഷാഫിയാണ് സ്ഥാനാർത്ഥി, ഷാഫിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും ഞാനും നിഷാദും ഒക്കെ ഉൾക്കൊള്ളുന്ന സാധാരണ പൗരന്മാരും തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥമാണ്. ഇങ്ങനെയുള്ള കമൻറ്റുകൾ, പോസ്റ്റുകൾ, ഫേക്ക് വീഡിയോകളൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ ഷാഫി അതിനെ തള്ളിപ്പറഞ്ഞു. അത് പാടില്ലെന്ന് പറഞ്ഞു. അത് പാടില്ലെന്ന് പറയണ്ടേ? ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അത് പാടില്ല, അത് അനുവദിക്കാൻ പാടില്ലെന്ന് പറയണ്ടേ? ഈ ഷാഫി തന്നെ നിങ്ങൾ നോക്കൂ, ഷാഫി ഈദ് വിത്ത് ഷാഫി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അറിവില്ലാത്ത ആളാണോ? അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിനാണ് വലിയ വിജ്ഞാനമൊക്കെ ഉള്ള ആളാണ്, അദ്ദേഹത്തിന് പല അവാർഡും കിട്ടിയിട്ടെന്നൊക്കെയുള്ള വലിയ പ്രചരണമൊക്കെ അദ്ദേഹം ഇപ്പോൾ നടത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹം എന്താണ്, വടകര ജുമാ മസ്ജിദ് പള്ളിയുമായി ബന്ധപ്പെട്ട വഖഫ് ബോർഡിൻ്റെ ഗ്രൗണ്ടിൽ മതപരമായ അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും മാത്രം അനുമതി കൊടുക്കുന്ന ഗ്രൗണ്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. ആ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്താണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത്? അപ്പോൾ കൃത്യമായിട്ടുള്ള മതപരമായ ഒരു ഏകീകരണത്തെ മനസ്സുകൊണ്ടുണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഷാഫി നിശബ്ദനായി, മൗനിയായി ഈ കുറ്റകരമായ എല്ലാ പെരുമാറ്റച്ചട്ടങ്ങളുടെയും ലംഘനം, ഭരണഘടനാ വിരുദ്ധമായ വർഗീയ പ്രചരണം, അതിനേക്കാളെല്ലാം വലിയ സാമൂഹ്യ പാതകമാണത്. മനുഷ്യരെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വർഗീയമായി വിഭജിക്കുക എന്ന് പറഞ്ഞു ക്യാമ്പും ശ്രമിച്ചുവെന്നും വടകര അത് തള്ളിക്കളഞ്ഞു എന്നുമാണ് കെട്ടി കുഞ്ഞിക്കണ്ണൻ CPIM പാനലിസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. VR അനൂപ്, നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഷാഫി വാർത്താ സമ്മേളനം നടത്തി വികാര പരവശനായി അദ്ദേഹം പറയുകയാണ് തന്നെ ഒരു വർഗീയവാദിയാക്കാൻ ശ്രമിച്ചു, അങ്ങനെ കാഫിർ എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഒരാൾക്കെതിരെയും തനിക്ക് ജയിക്കേണ്ടതില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. കെട്ടിക്കുഞ്ഞിക്കണ്ണനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ മുന്നണിയും പറയുന്നത് ആ നിലയ്ക്കുള്ള ഒരു കണിശമായ നിലപാട് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഷാഫി സ്വീകരിച്ചില്ല എന്നതാണ്. നമ്മളെല്ലാവരും കണ്ടതാണ്. ശൈലജ ടീച്ചർക്കെതിരെ മുസ്ലിങ്ങളെല്ലാവരും തീവ്രവാദികളാണ് എന്ന് പറയുന്ന ഒരു ഫേക്ക് വീഡിയോ, പ്രവാചകന്റെ കാലത്തെക്കുറിച്ച് അവർ നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് മുറിച്ചെടുത്ത ദുരുദ്ദേശ വീഡിയോ, ഇതൊക്കെ പ്രചരിക്കുന്നതും ഇതെമ്പാടും പേജുകളിലൂടെ പ്രവഹിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ വർഗീയത പറഞ്ഞുകൊണ്ട് കാഫിർ പ്രയോഗം നടത്തിക്കൊണ്ട് എതിർ സ്ഥാനാർത്ഥിയെ മുസ്ലിം വിരുദ്ധ എന്ന് മുദ്ര കുത്തിക്കൊണ്ട് തനിക്ക് വിജയിക്കേണ്ട എന്ന വാചകം അദ്ദേഹം വോട്ടെടുപ്പ് കഴിയും വരെ പറഞ്ഞില്ല. അതിനർത്ഥം നേരത്തെ കേട്ടി പറഞ്ഞതുപോലെ മൗനമായി അദ്ദേഹം വിചാരിച്ചു നടക്കട്ടെ എന്ന്. അങ്ങനെ ഉണ്ടോ? ബഹുമാന്യനായ KT കുഞ്ഞിക്കണ്ണൻ ഇപ്പോഴിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ സംഭവ വികാസം എന്താ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് മൗനം പാലിക്കുന്നതാണോ എന്നും എനിക്കറിയില്ല. പേരാമ്പ്രയിൽ KM നാരായണൻ എന്ന് പറയുന്ന എരവട്ടൂരിലെ ഒരു CPM പ്രാദേശിക നേതാവ് പരസ്യമായി പറയുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. ഇവരെ വടകരയിലെ മുസ്ലിം വോട്ടർമാരെ BJP പാകിസ്ഥാനിലേക്ക് അയക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്ന വീഡിയോക്കെതിരെ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇത് ഈ KM നാരായണൻ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ഒരു ഉദാഹരണമല്ല, ഒരു സ്പെസിമൻ ആണ്. CPM വടകരയിൽ നടത്തിയ ഏറ്റവും അപകടകരമായ വർഗീയ പ്രചരണത്തിന്റെ ഒരു ഉദാഹരണമാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുടെ ഏറ്റവും അവസാനത്തെ ക്ലൈമാക്സ് ആണ്. നമ്മൾ പലപ്പോഴും സംഘപരിവാറിന്റെ ജിഹുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് അയക്കണമെന്ന്. ഇപ്പോൾ CPM പ്രാദേശികമായ നേതാവ്, ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം.
അദ്ദേഹം പറയുന്ന, നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ആ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാൻ തയ്യാറാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു ചായക്കടയിൽ നിന്നുകൊണ്ട് പരസ്യമായിട്ട് അദ്ദേഹം പറയുകയാണ്, ഇവരെയൊക്കെ പാകിസ്ഥാനിലേക്ക് അയക്കുകയാണ് വേണ്ടത്. അത്രമാത്രം CPM ഉൽപ്പാദിപ്പിച്ച വർഗീയ വിദ്വേഷ പ്രചരണത്തിന്റെ വിളവെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടല്ല. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല നിഷാദെ. ഷാഫി പറമ്പിലിനെതിരെ ഇപ്പോൾ പറയുന്നതല്ല. MI ഷാനവാസ് എന്ന് പറയുന്ന കേരളത്തിലെ തന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ തലമുതിർന്ന നേതാവിനെതിരെ വിജയരാഘവൻ ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ടാണ് പരസ്യമായി പറഞ്ഞത്. അദ്ദേഹം ഗെയിൽ പൈപ്പ് ലൈൻ സമരവുമായി ബന്ധപ്പെട്ട് ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ നിങ്ങൾ മുസ്ലിം തീവ്രവാദിയാണെന്ന് ഒരു ലൈവ് ചർച്ചയ്ക്കിടയിൽ പറഞ്ഞതാ. അപ്പോൾ ഷാഫി പറമ്പിലിനെതിരെ ഇങ്ങനെ പറയുന്നത് ആദ്യത്തെ സംഭവമാണെന്നോ അത്ഭുതകരമാണെന്നോ ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഇവരെ പ്രകോപിപ്പിച്ചത് എന്താ? വടകര പോലൊരു പ്രദേശത്തേക്ക് ഷാഫിയെ പോലെ ഒരു എനർജറ്റിക് ആയ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരു യുവജന നേതാവ് കടന്നു വരുമ്പോൾ അതിനെ ജനങ്ങൾ വൻതോതിൽ സ്വീകരിക്കുന്നു. എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. വടകര ആയതുകൊണ്ട് സ്വാഭാവികമായി മുസ്ലിം സാന്നിധ്യമുണ്ട്. പക്ഷേ ഈ മുസ്ലിങ്ങളുടെ സാന്നിധ്യത്തെ അവർ ഇത്ര ആവേശപൂർവ്വം പങ്കെടുക്കുന്നത്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പോലെ രാഷ്ട്രീയ പാർട്ടി പ്രചരണ പ്രവർത്തനങ്ങൾ പങ്കെടുക്കുന്നതൊക്കെ വർഗീയമായി ചിത്രീകരിച്ചുകൊണ്ട് അതിനെ ആ രീതിയിൽ അങ്ങനെയല്ല. ഒന്നാമത്തെ കാര്യം, ഈ CPIM-മായി ബന്ധപ്പെട്ട താങ്കൾ പറഞ്ഞ വീഡിയോയുടെ മറുപടി KT കുഞ്ഞിക്കണ്ണൻ പറയട്ടെ. അതിനു മുൻപ് ലീഗുകാർ പ്രചരണത്തിൽ പങ്കെടുക്കുന്നു എന്നത് CPM-ഓ LDF-ഓ ഒരു പ്രചരണ വിഷയമാക്കി അല്ലെങ്കിൽ വർഗീയ ആരോപണത്തിന് കാരണമാക്കി എന്ന് ഞാൻ കാണുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ അവിടെ ചില അഹിതമായ കാര്യങ്ങൾ നടന്നു എന്ന് വെച്ചാൽ, ഈ നമ്മളെല്ലാവരും കണ്ടതാണ്, ഈ മുറിച്ചെടുത്ത വീഡിയോകൾ കൊണ്ട് ഈ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഒരു മുസ്ലിം വിരുദ്ധയാണ് എന്ന് സ്ഥാപിക്കാൻ ചില പ്രൊഫൈലുകൾ ശ്രമിക്കുന്നത് കണ്ടതാണ്. ആ പ്രൊഫൈലുകൾ പരിശോധിച്ചാൽ അവരുടെയൊക്കെ രാഷ്ട്രീയ ആഭിമുഖ്യം മുസ്ലിം ലീഗുമായോ UDF-ഉമായോ ബന്ധപ്പെട്ടതാണെന്ന് എല്ലാവർക്കും ഇപ്പോഴും പരിശോധിക്കാവുന്നതാണ്. എന്നിരിക്കെ അതിനെ കണിശമായി തള്ളിപ്പറയുന്നതിൽ ഷാഫിക്ക് വീഴ്ച ഉണ്ടായി എന്ന വിമർശനം എത്ര എടുക്കുന്നുണ്ട് അനൂപ്? ഷാഫിയെ പോലെ രാഷ്ട്രീയ നേതാവ് സ്വീകരിച്ചിട്ടുള്ള സമീപനങ്ങൾ നിഷാദിനെ പോലുള്ള ആളുകൾക്ക് അറിയുന്നല്ലേ. ഔട്ട് ഓഫ് ഫോക്കസിൽ നിങ്ങളടക്കം വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം മുസ്ലിം വിഷയങ്ങൾ വരുമ്പോൾ പോലും മുസ്ലിമായ ഞാൻ അതിൽ ഇങ്ങനെ ഒരു നിലപാടെടുത്താൽ ആളുകൾ എന്ത് ചിന്തിക്കും എന്നൊക്കെ പറയുന്ന, വ്യക്തിപരമായി അതിനോടൊക്കെ വിയോജിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ആവശ്യമുള്ളതിൽ കൂടുതൽ അതിസൂക്ഷ്മത പുലർത്തുന്ന ഒരാളാ. സെക്കുലറായി അറിയപ്പെടണം എന്ന കാര്യത്തിൽ അതിജാഗ്രത പുലർത്തുന്ന ആളാ. ഷാഫി പ്രചരണത്തിന്റെ ഇടയിൽ പോലും ഇത്തരം വിവാദങ്ങൾ ഉണ്ടായപ്പോൾ പറഞ്ഞു, എന്നെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാൻ നോക്കരുത്, മതത്തിന്റെ പേരിലുള്ള ഒരു പ്ലസും എനിക്ക് വേണ്ട, എനിക്കൊരു പ്ലസ് ഉണ്ടെങ്കിൽ അത് മതേതരത്തിന്റെ പ്ലസ് മതി എന്ന് ഷാഫി പറഞ്ഞു. അങ്ങനെയൊന്നും പറയേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാം. അങ്ങനെ പറയേണ്ടതില്ല. ഷാഫി അങ്ങനെ വന്ന് ഞാനൊരു മതേതരവാദിയാണെന്ന് 10 പ്രാവശ്യം ഒന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഷാഫി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആളാ. ഷാഫി എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. KSUവിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാ, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാ. അങ്ങനെ അപ്പോളജറ്റിക്കലായി എന്നെ മതേതരവാദിയായി പറയണം എന്ന് പോലും അഭിപ്രായമുള്ള ആളല്ല ഞാൻ. പക്ഷെ ഷാഫി അതുപോലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇത് പുതിയ കാര്യമല്ല. MI ഷാനവാസിനെ പോലുള്ള ആളുകൾ പോലും അഭിമുഖീകരിക്കേണ്ടി വന്നതാണ്. ഇപ്പോൾ ഈ പറയുന്ന ആളുകൾ, പിന്നെ ശൈലജ ടീച്ചറുടെ നിലപാടുകളെ കുറിച്ച് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളൊന്നും പ്രചരിപ്പിക്കേണ്ട. പാലത്തായി കേസിൽ അവർ ആരെയാണ് സഹായിക്കാൻ ശ്രമിച്ചത്? ഞാനിവിടെ KT കുഞ്ഞിക്കണ്ണൻ ഇരിക്കുന്നുണ്ടല്ലോ. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അവരെടുക്കുന്ന രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് അവരുടെ ഭർത്താവിന്റെ നിലപാടായിരിക്കണം, അതിന് അവർ ഉത്തരവാദിയല്ല. പക്ഷേ അവരുടെ ഭർത്താവ് ഭാസ്കരൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ, CPM-ന്റെ നേതാവ് ഈ അക്ഷതം സ്വീകരിച്ച ആളാ, RSS-കാരുടെ കയ്യിൽ നിന്ന് അക്ഷതം സ്വീകരിച്ച ആളാ. അപ്പൊ ഇവരെടുത്ത നിലപാടുകൾ, അതുപോലെ പല വിഷയങ്ങളെടുത്തുള്ള നിലപാടുകളൊക്കെ അതിനൊരു വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളൊന്നും പ്രചരിപ്പിക്കേണ്ട. വസ്തുത വെച്ച് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. അത് CPM എന്ന രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച്, അവരുടെ വ്യത്യസ്തമായ നിലപാടുകളെ കുറിച്ച് ഇപ്പൊ KT കുഞ്ഞിക്കണ്ണൻ സ്വീകരിക്കാത്തൊരു നിലപാട് KT കുഞ്ഞിക്കണ്ണനെ കുറിച്ച് പറയുന്നില്ലല്ലോ. എന്റെ ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. ഈ പ്രചരിപ്പിക്കപ്പെട്ട വീഡിയോകളെ ആ നിലയ്ക്ക് തള്ളിപ്പറയാൻ ഷാഫി പറമ്പിൽ തയ്യാറായോ? ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഒരു മുസ്ലിം വിരുദ്ധയാണ് എന്ന് സ്ഥാപിച്ചിട്ടുള്ള വോട്ടെനിക്ക് വേണ്ട എന്ന വാചകം ഈ വീഡിയോകളെ മുൻനിർത്തി ഷാഫി പറഞ്ഞു എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതേസമയം താങ്കൾ പറഞ്ഞു ഷാഫി ബൈ ഡിഫോൾട്ട് ഒരു മതനിരപേക്ഷ പ്രതിച്ഛായുള്ള ആൾ, കൂടുതൽ അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ടോ എന്ന് താങ്കൾ പറയുന്നത് എനിക്ക് തോന്നുന്നു. ഞാനൊന്ന് പറയാമേ. മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ഫൈസൽ ബാബു നമ്മുടെ കൂടെ ഉണ്ട്. ഫൈസൽ ബാബു, ഇതിനകത്ത് ഏറ്റവും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന UDF-ലെ ഏറ്റവും പ്രധാന അലയായിട്ടുള്ള നിങ്ങളാണ്. നിങ്ങളുടെ ആളുകൾ, നിങ്ങളുടെ ലോക്കൽ ലീഡേഴ്സ്, അനുഭാവികൾ, അണികൾ, ഇവരുടെയൊക്കെ പേജുകളിലും മറ്റുമൊക്കെയാണ് ഈ സംഗതികൾ കൂടുതലായി കണ്ടത്. മുസ്ലിം ലീഗ് വീടുകൾ കയറി ഇറങ്ങി KK ശൈലജ, ഹിന്ദു നാമധാരിയായ KK ശൈലജ മുസ്ലിങ്ങൾക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നത് പ്രചരിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നാണ് നിങ്ങൾക്കെതിരായിട്ടുള്ള അലിഗേഷൻ.
അതിന് അങ്ങനെ ആരോപണം ഉന്നയിക്കാൻ തക്കവണ്ണമുള്ള എന്തെങ്കിലും വീഴ്ച പറ്റിപ്പോയി അണികൾക്കോ അനുഭാവികൾക്കോ ചിലർക്കെന്ന് തോന്നുന്നുണ്ടോ ലീഗിന്? അല്ല, ഏതു കാലത്താണ് ഇവർ ഞങ്ങളോട് രാഷ്ട്രീയമായി കരുണ കാണിച്ചിട്ടുള്ളത്? മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയോട് എല്ലാ കാലത്തും സി പി എം കാണിച്ച വളരെ ദയാരഹിതമായ ഒരു സമീപനമുണ്ട്, ഒരു നിലപാടുണ്ട്. അഹമ്മദ് സാഹിബ് വിദേശകാര്യ കേന്ദ്രമന്ത്രിസ്ഥാനത്ത് പോയപ്പോൾ ഇന്ത്യൻ മതേതരത്വത്തിന്റെ ചങ്കിനേറ്റ കുത്ത് എന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചത്. അത് പറഞ്ഞ CPM-ന്റെ VS അച്യുതാനന്ദൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. 20 കൊല്ലം കൊണ്ട് ഈ കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കുമെന്ന് VS അച്യുതാനന്ദൻ പറയുമ്പോൾ ഉണ്ടായിരുന്ന സോഴ്സ് എന്തായിരുന്നു? എന്ത് ഡാറ്റന്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്? ആ ഡാറ്റ പിന്നീട് പോലുള്ള ആളുകൾക്ക് കേരള സ്റ്റോറി നിർമ്മിക്കുമ്പോൾ സംഘപരിവാരം കേരളത്തെക്കുറിച്ച് പറയുന്ന അപവാദങ്ങളുടെ പശ്ചാത്തല ഡാറ്റയായിട്ട് ഇവരുടെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഞാനിതിനെ നിഷാദെ കുറച്ചുകൂടി വൈഡ് ഫ്രെയിമിൽ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലീഗിനൊന്നും അല്ല ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. അത് CPM പലപ്പോഴും സ്വീകരിച്ച ഒരു നിലപാടാണ്. ലീഗിനെ ആക്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയമായതിനെ നേരിടാൻ കഴിയും. CPM-ന്റെ സന്നാഹങ്ങളോടും അവരുടെ ക്യാമ്പയിനും അവരുടെ ഹെയ്റ്റ് ക്യാമ്പയിനും ഒക്കെ നേരിടാൻ കെൽപ്പുള്ള ഒരു പാർട്ടിയാണ് ലീഗ്. പക്ഷേ ഒരു മുസ്ലിം സാമൂഹിക വ്യവഹാരത്തെ, അവരുടെ പ്രസൻസിനെ എല്ലാം വർഗീയമാക്കണമെന്ന് നിർബന്ധമുള്ള ശാഠ്യം പിടിക്കുന്ന ഒരു സമീപനം CPM-നുണ്ട് എന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. നിങ്ങൾ ഷാഫിക്കെതിരെ പറയുന്ന ഒരു കാര്യം ക്യാമ്പയിൻ നടന്നു എന്നുള്ളതാണ്. നിങ്ങൾ അനൂപിനോടും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം ഷാഫി തള്ളി പറഞ്ഞോ എന്നാണ്. നിഷാദെ, നിങ്ങൾ ഈ ചാനലിൽ ഇരിക്കുമ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ച് ധാരണയില്ലാത്ത ആളല്ലല്ലോ. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു കാൻഡിഡേറ്റ് അനുഭവിക്കുന്ന പ്രഷർ എന്താണ്? രാത്രി 2 മണിക്ക് 3 മണിക്കാണ് തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളിലേക്ക് ഷാഫി എത്തുന്നത്. അതിരാവിലെ തുടങ്ങിയ ക്യാമ്പയിൻ ഗുഡ് മോർണിംഗ് പറഞ്ഞ് ജനങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലേക്ക് അഭൂതപൂർവമായ ഒരു പ്രതിഭാസമാണ് നമ്മൾ വടകരയിൽ കണ്ടത്. അങ്ങനെ ഒരു കാൻഡിഡേറ്റിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് ആ ടാർഗറ്റ് ഫിനിഷ് ചെയ്യാൻ തന്നെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിന്റെ, ആ ക്യാമ്പയിൻ കാലത്തിന്റെ പരിമിതമായ സമയം തികയാതെ വരും. ആ അസൈൻമെന്റ് തീർക്കുന്നതിന്റെ മുമ്പേ ഈ വലത്തും ഇടത്തും നടക്കുന്ന കമന്റ് ബോക്സുകൾ, വരുന്ന വീഡിയോകൾ, ഇതൊക്കെ പരിശോധിച്ച് ഇതിലൊന്നും എല്ലാ ദിവസവും ഷാഫി രാവിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നതിന്റെ മുമ്പ് തലേന്ന് വന്ന വീഡിയോസും കമന്റ് ബോക്സ് ഒക്കെ വായിച്ചിട്ട് ഇതൊന്നും എനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറയാൻ ഒരു കാൻഡിഡേറ്റ് ബാധ്യസ്ഥനാണെങ്കിൽ അത് ഷാഫിക്ക് മാത്രമല്ല, കേരളത്തിലെ 19 സ്ഥാനാർത്ഥികൾക്ക് അതിൽ ബാധ്യതയുണ്ട്. ഇന്ത്യയിലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും അത് ബാധ്യതയുണ്ട്. ഈ നാട്ടിലെ മറ്റു സ്ഥാനാർത്ഥികൾക്കൊന്നും ഇല്ലാത്തൊരു ഉത്തരവാദിത്വം, ഒരു തള്ളിപ്പറയൽ ബാധ്യതയും എന്തിനാണ് നിങ്ങൾ ഷാഫിയുടെ തലയിൽ മാത്രം കെട്ടിവെക്കുന്നത്? നമുക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ ക്യാമ്പയിൻ എന്ന് പറഞ്ഞത് എന്താണ്? മോർഫിംഗ് ആവട്ടെ, കമന്റ് ബോക്സിൽ ഇടപെടലാവട്ടെ, വീഡിയോ എഡിറ്റിംഗ് ആവട്ടെ, ഇത് ഡിജിറ്റൽ സ്പേസിലല്ലേ നിഷാദെ? ഡിജിറ്റൽ സ്പേസ് എന്ന് പറഞ്ഞാൽ മൈക്രോ ലെവലിൽ നമുക്ക് എവിഡൻസ് കിട്ടുമല്ലോ. മൈക്രോ ലെവലിൽ ആ എവിഡൻസ് കണ്ടെത്താൻ ഇവിടെ സംവിധാനങ്ങളുണ്ടല്ലോ. കേരളം ഭരിക്കുന്നത് ഈ പറയുന്ന കുഞ്ഞിക്കണ്ണന്റെ പാർട്ടിയാണല്ലോ. നിങ്ങൾ നിലവിളിക്കുന്ന വടകരയിൽ തോൽക്കുമെന്ന് കാണുമ്പോൾ ശൈലജ ടീച്ചറെ ബലി കൊടുക്കുമ്പോൾ ആ ബലി കൊടുക്കലിനെതിരെ കോവിഡാനന്തരം ശൈലജ ടീച്ചർ ഉണ്ടാക്കിയൊരു ബിൽട്ടപ്പ് ഉണ്ട്. ശൈലജ ടീച്ചറെ കൊന്നുകളയുക എന്നുള്ളത് CPM-ന്റെ ഇന്നർ പൊളിറ്റിക്സ് ആണ്. ആ ഇന്നർ പൊളിറ്റിക്സിന്റെ ഭാഗമായി വടകരയിൽ തോൽക്കാൻ പോകുമ്പോൾ അണികളിൽ നിന്ന് ഉയരുന്ന 1000 ചോദ്യങ്ങളെ നേരിടാൻ ഇവരുണ്ടാക്കി വച്ചിരിക്കുന്ന, ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ തിരക്കഥ നിങ്ങളിത് പറയുമ്പോൾ ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്നത്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഷാഫിയുടെ നേതൃത്വത്തിൽ നടന്നു, അല്ലെങ്കിൽ UDF പ്രവർത്തകർ, നിങ്ങൾ കുറച്ചും കൂടി സൂം ചെയ്ത് ലീഗുകാർ എന്ന് പറയുന്നവർ നടത്തി എന്ന് പറയുന്ന ക്യാമ്പയിൻ തെളിവ് സഹിതം, തൊണ്ടി സഹിതം പിടിക്കാനുള്ള സംവിധാനം ഈ രാജ്യത്തുണ്ട്. ബാംഗ്ലൂരിലെ തേജസ്വി യാദവിനെതിരെയാണ് ഇപ്പൊ കേസ് വന്നിരിക്കുന്നത്. ഞാൻ യൂത്ത് ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ രാജസ്ഥാനിൽ നടന്ന പ്രസംഗത്തിനെതിരെ യൂത്ത് ലീഗിന്റെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. രാജസ്ഥാനിൽ മോഡി പ്രസംഗിക്കുമ്പോൾ എന്റെ വിരൽ തുമ്പിലെ മൊബൈൽ ഫോണിൽ ഇത് കിട്ടാനുള്ള സംവിധാനമില്ലേ? അങ്ങനെ രാജ്യത്തിലെ പ്രധാനമന്ത്രി അടക്കം, രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കടക്കം നമുക്ക് സോഷ്യൽ മീഡിയയിലും മറ്റും നടക്കുന്ന ഹെയ്റ്റ് ക്യാമ്പയിനെതിരെ തെളിവുകളോടുകൂടി ഹാജരാക്കി പറയാൻ പറ്റുമെങ്കിൽ അതൊന്നും ഹാജരാക്കാതെ ആദ്യം മോർഫിംഗ് നടത്തിയേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ കാഫർ വിളിയുടെ ഒരു വാട്സാപ്പ് സ്ക്രീൻഷോട്ടിനെ നിങ്ങൾ അവതരിപ്പിക്കുന്നു. ഇതാരാണെങ്കിൽ പിന്നെ ഇത് ഉണ്ടാക്കുന്നത്? നമ്മളത് നിരന്തരമായി കണ്ടല്ലോ. അതായത് മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാ എന്ന് പറയുന്ന വീഡിയോ കണ്ടതാണ്. പ്രവാചകന്റെ കാലത്ത് സ്ത്രീവിരുദ്ധമായ നിലപാടുകളെ തിരുത്തിയില്ല എന്ന് പറയുന്ന വീഡിയോ അത് നമ്മൾ കണ്ടതാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ വ്യാജ ലെറ്റർ പാഡിൽ വന്നിട്ടുള്ള ചില കുറിപ്പ് കണ്ടു. ഇതൊക്കെ കണ്ടതാണ്. ആരാണ് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്നത്? ഇതിൻ്റെയൊക്കെ പൊളിറ്റിക്കൽ ബെനിഫിഷ്യറി ആരാണ് എന്നാണ് നിങ്ങൾക്ക് ആ കാര്യത്തിൽ വിശദീകരിക്കാനുള്ളത്? ഞാൻ നിഷാദ് ചോദിച്ച ആ ചോദ്യത്തിന്
ആ നിഷാദ് ചോദിച്ച ചോദ്യത്തിന് 2 ചോദ്യം തിരിച്ചു ചോദിച്ചാൽ അതിന്റെ ഉത്തരം കിട്ടും. ട്രൗസർ മനോജും ലംബു പ്രദീപനും സഞ്ചരിച്ച TP ചന്ദ്രശേഖരൻ കൊലയാളികളുടെ ഇന്നോവ കാറിന്റെ പിന്നിൽ മാഷാ അല്ലാ സ്റ്റിക്കർ ഒട്ടിച്ചത് ആരാണ് നിഷാദെ? ഫസലിനെ കൊന്ന ശേഷം ആ ഫൈസൽ താങ്കൾ പറയാൻ ശ്രമിക്കുന്ന കാര്യം അപ്പുറത്ത് കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ CPM വിശാല സ്വഭാവത്തിൽ ഞാൻ പറയട്ടെ, ഈ രണ്ട് ചോദ്യത്തിൽ CPM ബോധപൂർവം ഒരു നരേറ്റീവ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശൈലജ ടീച്ചർ തോൽക്കാൻ പോകുന്നു, ആ തോൽവിക്ക് ഒരു കാരണം കണ്ടെത്തണം. കാൻഡിഡേറ്റ് ഷാഫി ആയതുകൊണ്ട് അവന്റെ മതസ്വത്വം നമുക്ക് പ്രശ്നമാക്കാം. അതുകൊണ്ട് ഒരു തിരക്കഥ അവർ ആദ്യം ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് വെച്ചു. അതിലേക്ക് പിന്നീട് അവർ തെളിവുകൾ ഉണ്ടാക്കുകയായിരുന്നു. എനിക്കൊന്നേ പറയാനുള്ളൂ, ബഹുമാനപ്പെട്ട കുഞ്ഞിക്കണ്ണൻ അടക്കമുള്ള CPMന്റെ നേതാക്കളോട് ഞങ്ങൾ വളരെ ആദരപൂർവ്വം ഡ്യൂ റെസ്പെക്ട് ഞങ്ങൾ പറയാണ്. ഒരു ടെമ്പററി ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, താൽക്കാലികമായ ഒരു പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രൽ വിഷയത്തെ നിങ്ങൾ ഇങ്ങനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ NP ചെക്കുട്ടി ഇപ്പൊ വടകര ആവേശകരമായ പോരാട്ടം നടന്ന സ്ഥലമാണ്. അവിടുത്തെ ജനവിധി വരണം, എന്താണ് ജനങ്ങൾ എഴുതി ഒപ്പിട്ടിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇന്നിപ്പോൾ ചില ആളുകളൊക്കെ ഫേസ്ബുക്കിൽ എഴുതുന്നത് കാണുന്നത് വടകരയുടെ ജനവിധി ഷാഫിക്ക് അനുകൂലമാണെങ്കിൽ കേരളത്തെ നാണം കെടുത്തുന്ന വർഗീയ ധ്രുവീകരണത്തിന്റെ ഫലം എന്ന നിലയ്ക്ക് അതിനെ നമ്മൾ അപമാനത്തോടെ വായിക്കണം എന്നും മറ്റുമാണ് ലെഫ്റ്റ് സ്പേസിൽ നിൽക്കുന്ന ആൾക്കാരെ പലരും അങ്ങനെ എഴുതി കാണുന്നത്. സത്യത്തിൽ താങ്കൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വർഗീയ സ്വഭാവമുള്ള കമൻറ്റുകൾ, ചെറുയുദ്ധങ്ങൾ, ഇവ വടകരയുടെ ആകെ മനസ്സിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതായിരുന്നോ? അവിടുത്തെ ആളുകൾ ഇതൊക്കെ മൈൻഡ് ചെയ്തിട്ടുണ്ടോ? അവരെ ഏതെങ്കിലും നിലയ്ക്ക് വർഗീയത എന്ന് പറയുന്ന സംഗതി സ്പർശിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? അല്ല, വടകര ഒരുപക്ഷെ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള, അക്യൂട്ട്ലി പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടൊരു മണ്ഡലമാണ് വടകര. വടകരയുടെ ചരിത്രത്തിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത് 91 ആ മത്സരമാണ്. അന്ന് കോൺഗ്രസും ലീഗും BJPയും ഒന്നിച്ച് മത്സരിച്ച സമയത്ത് പോലും മതേതര രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ട് വോട്ട് കുത്തിയ ഒരു ജനതയാണ് വടകരയിലുള്ളത്. അപ്പോൾ വടകരയിലിരിക്കുന്ന ആളുകളെ ഇങ്ങനെ ഏതെങ്കിലും ഒരു സോഷ്യൽ ഏതെങ്കിലും ഒരു ഫേസ്ബുക്കിലോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ വടകരയിലെ ജനങ്ങളൊക്കെ ഇളകിയിട്ട് വർഗീയവാദികളാവും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. വടകരയിലെ ജനങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ സമരങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ്, വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ളതാണ്, വലിയ ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ളൊരു ജനതയാണ്. അപ്പോൾ അവിടെയുള്ളൊരു സംഗതി ഞാൻ മനസ്സിലാക്കുന്നത് കടുത്ത നീതിബോധമുള്ളൊരു ജനതയാണ്. വളരെ കർശനമായ നീതിബോധമുള്ള ഒരു തെറ്റിനെ അവരൊരിക്കലും അംഗീകരിക്കില്ല. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ CPMന്റെ പല ആളുകളും നടത്തിയിരിക്കുന്ന പ്രചാരണം, ഇപ്പോൾ ഞാനടക്കമുള്ള ആളുകൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഈ ശൈലജ ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട് അവർ നടത്തിയ പത്രസമ്മേളനത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. ഞാനത് പറഞ്ഞു, എതിർ സ്ഥാനാർത്ഥിയുടെ മേലും ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ മാതാവ് അടക്കമുള്ള ആളുകളെ ഒരു ആരോപണത്തിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ വളരെ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. തനിക്ക് ബോധ്യമില്ലാത്തൊരു കാര്യം അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. അത്തരം കാര്യങ്ങളിൽ അവർക്ക് പറ്റിയ പെശക് പിന്നീട് അവർക്ക് വിഡ്രോ ചെയ്യേണ്ടി വന്നു. അത്തരം കാര്യങ്ങൾ അവർക്ക് പറ്റിയ പെശക് തന്ത്രപരമായിട്ട് സ്ട്രാറ്റജിക്കായിട്ട് വലിയ തരത്തിലുള്ള ആപത്ത് അവർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ബഹുജന സമൂഹത്തിന് മുമ്പിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ CPMന് പറ്റിയുള്ള തെറ്റുകൾ വളരെ ഗുരുതരമാണ്. ഏതായാലും ശരി, വടകരയിൽ ആര് വിജയിക്കുന്നു പരാജയപ്പെടുന്നു നമുക്കറിയില്ല. പക്ഷേ ഇതുവരെയുള്ള അനുഭവം നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം അനുഭവം നോക്കിക്കഴിഞ്ഞാൽ വടകരയിൽ CPMന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണയും അവർ വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. അതിനെ ഒരു വർഗീയമായിട്ടുള്ള മട്ടിലുള്ള ഒരു ക്യാമ്പയിനാക്കി മാറ്റാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, പല ക്യാമ്പയിൻ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ശ്രമം നടക്കുന്നതായിട്ട് തോന്നും. അത് വളരെ വളരെ ആപൽക്കരമാണ്. CPMന്റെ ചരിത്രത്തിൽ പോലും ഇങ്ങനെയൊരു ഏർപ്പാട് അവർ നേരത്തെ ചെയ്തിട്ടില്ല. അത് വടകരയിൽ അവർ അങ്ങനെ ഇനാഗുറേറ്റ് ചെയ്യുകയാണെങ്കിൽ, TP ചന്ദ്രശേഖരൻ മാഷല്ല സ്റ്റിക്കറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, അതൊക്കെ ഉണ്ടെങ്കിൽ പോലും പൊതുവിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തെ പൂർണ്ണമായിട്ടും തമസ്കരിക്കുന്ന, ഇല്ലായ്മ ചെയ്യുന്ന വളരെ വളരെ മോശമായിട്ടുള്ള ഒരു പുതിയ പാരമ്പര്യം അവർ വടകരയിൽ സൃഷ്ടിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിർഭാഗ്യകരമായിട്ടൊരു കാര്യമാണ്. കെട്ടി കുഞ്ഞിക്കണ്ണൻ, ഒരു മൈനോറിറ്റി കൺസോൾട്ടേഷന് ശ്രമിക്കുകയാണ് ഷാഫി പറമ്പിൽ അവിടെ ചെയ്തതെന്നുള്ള ആരോപണം നിങ്ങൾ ഉന്നയിക്കുമ്പോൾ വ്യാജമായ കഥകളും അന്തരീക്ഷവും ഉണ്ടാക്കി അപ്പുറത്ത് മറ്റൊരു കൺസോൾട്ടേഷന് CPM ബുദ്ധിപരമായി ശ്രമിച്ചതാണ് സത്യത്തിൽ നടന്നത് എന്ന മറുപടി വരികയാണ് നിങ്ങളോട്. നിങ്ങൾ സത്യത്തിൽ എന്താണോ പ്ലാൻ ചെയ്തത് അത് നടപ്പിലാക്കാൻ നിങ്ങൾ ലീഗിന് മേലെ UDFന് മേലെ ചില സംഗതികൾ ചാരി വെച്ചുവെന്ന്? അത് ഇരകളെ തന്നെ കുറ്റക്കാരാക്കുന്ന ഒരു ഫാസിസ്റ്റ് തന്ത്രമാണ്.
കോൺഗ്രസ് BJP ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഫാസിസ്റ്റ് രാഷ്ട്രീയവുമായിട്ട് സമരസപ്പെട്ടു പോകുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടി വടകരയിലെ ക്യാമ്പയിനെ നമ്മൾ കാണണം. വളരെ കൃത്യമാണ് കാര്യങ്ങൾ. ഇവിടെ ചേക്കുട്ടിയൊക്കെ എന്ത് സാക്ഷ്യം പറഞ്ഞാലും കാര്യങ്ങൾ നമ്മുടെ എയറിലുണ്ടല്ലോ. ആരാണ് വർഗീയമായ പ്രചരണം തുടങ്ങിയത്? എൻ്റെ ഫോണിൽ 100 കണക്കിന് വോയിസ് ക്ലിപ്പുകൾ വേണമെങ്കിൽ ഞാൻ നിഷാദിന് അയച്ചു തരാം. ഇന്നിപ്പോ 100 കണക്കിന് വോയിസ് ക്ലിപ്പുകൾ ഇന്നും ഇന്നലെയൊന്നല്ല, കഴിഞ്ഞ 1.5 മാസക്കാലമായിട്ട് വടകരയിലെ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ഒഴുകുന്ന ഇതെല്ലാം ഞങ്ങൾക്ക് അയച്ചു തരുന്ന ആരാണ്? ഈ ഫൈസൽ ബാബുവിൻ്റെ പാർട്ടിക്കാരാണ്. അതിൽ മതനിരപേക്ഷതയും ഈ രീതിയിൽ ഒരു വർഗീയ വിഭജനമൊന്നും ഉണ്ടാകുന്നത് മോശമാണെന്ന് ചിന്തിക്കുന്ന എത്രയോ ആളുകളുണ്ട്. മുസ്ലിം കുടുംബ ഗ്രൂപ്പുകളിലേക്ക് പോകുന്ന എത്രയോ വോയിസ് ക്ലിപ്പുകൾ, എത്രയോ വീഡിയോകൾ, എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ വർഗീയ ടീച്ചറമ്മ എന്ന പേരിൽ ഒരു പോസ്റ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ നിഷാദേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ചേക്കുട്ടി ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ആ ടീച്ചർ നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ സാക്ഷിയാണ്. ഞാൻ അവിടെ അടുത്തുള്ള ആളാണല്ലോ. ഈ എല്ലാവരും കേട്ട ഒരു കാര്യമാണ്, ഞാൻ അടുത്തുള്ള ഒരാൾ. ടീച്ചർ എന്താ പറഞ്ഞത്? ഫേക്ക് വീഡിയോകളും എന്താണ് പോർണോ പിക്ചറുകളും എന്നാണ്. എന്തെങ്കിലും വ്യത്യാസ കാര്യത്തിലുണ്ടോ? ടീച്ചറുടെ തലവെട്ടി ഒരു പോർണോ ചിത്രത്തിൽ ബന്ധിപ്പിച്ച് അത് പ്രചരിപ്പിച്ച ആളുടെ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഈ കേസെടുത്തിരിക്കുകയാണ്. 7 കേസുകളുണ്ട്. 7 പ്രതികൾ UDF-കാരാ. ആ 7 പ്രതികളും എന്താണ് മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ വർഗീയത ഉണ്ടാക്കണമെന്ന രീതിയിൽ തീരുമാനിച്ചുണ്ടാക്കിയ ആൾക്കാരാണോ? അല്ല. വടകരയിലെ ഒരു സവിശേഷ സാഹചര്യത്തിൽ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ, സമസ്ത എന്ന് പറഞ്ഞാൽ വടകരയിലെ സാമൂഹ്യ സാഹചര്യം അറിയുന്ന ആളുകൾക്കറിയാം, സമസ്തയുടെ ആളുകളാണ് പ്രധാനമായിട്ട് ലീഗ് നേതാക്കൾ, ലീഗ് പ്രവർത്തകർ. അപ്പോൾ സമസ്തയൊക്കെ എടുക്കുന്ന നിലപാട് തീർച്ചയായിട്ടും എന്താണ് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വരും. അതിനെ മറികടക്കാൻ മുസ്ലിം ഏകോപനമുണ്ടാക്കുക, ഏകീകരണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വളരെ സമർത്ഥമായി, എന്നാൽ അങ്ങേയറ്റം ബുദ്ധിശൂന്യവും അപകടകരവുമായ രീതിയിൽ ചില കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു. ആ കേന്ദ്രങ്ങൾക്ക് നിശബ്ദമായി ഷാഫി പിന്തുണ കൊടുത്തു എന്ന് ഞാൻ ആവർത്തിച്ച് ഈ ചർച്ചയിൽ പറയുന്നു. എന്തുകൊണ്ട് സാക്ഷി? ഇത്രയും ദിവസം ഇതുണ്ടായി. ഞങ്ങൾ പത്രസമ്മേളനം നടത്തി, പത്രക്കുറിപ്പ് കൊടുത്ത്, 7 കേസുകൾ. ഇതെല്ലാം ഇപ്പോഴല്ലോ, ആഴ്ചകൾക്ക് മുമ്പ് കേസുകൾ കൊടുത്തല്ലോ. കേസുകൾ എടുത്തു. അപ്പോൾ ഷാഫിക്ക് പറഞ്ഞുകൂടി ഇതൊന്നുമായിട്ട് എനിക്ക് ബന്ധമില്ല, ഇത്തരം കാര്യങ്ങൾ ഒരു കാരണം വരെ അനുവദിക്കാൻ പാടില്ല, എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് പറയാമല്ലോ. ഞങ്ങൾ ആരെങ്കിലും ഒരു വർഗീയമായി ഏതെങ്കിലും രീതിയിൽ സ്ഥാനാർത്ഥിയെ വർഗീയമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒരു പ്രസംഗമോ ഒരു പോസ്റ്റോ ചെയ്തതായിട്ട് നിങ്ങൾ പറ, ഇടതുപക്ഷക്കാർ. ഇപ്പോൾ ഇവിടെ അനൂപ് എന്താണ്? അതങ്ങനെയാണല്ലോ, അങ്ങനെ പല ആരോപണം. ഏതായി നാരായണൻ? ഏത് കെ നാരായണൻ? ഞങ്ങൾ ഒരു കാരണവശാലും, CPM-ന്റെ നിലപാട് എല്ലാവർക്കും വ്യക്തമാണ്, ഞങ്ങൾ ഒരു കാരണവശാലും മുസ്ലിം സമൂഹം പാകിസ്ഥാനിൽ പോകണമെന്ന് പറയോ? പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ ഇങ്ങോട്ട് വരുന്ന അഭയാർത്ഥികൾ അഭയം കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ ശക്തമായ രീതിയിൽ RS-കാരുടെ ഏറ്റുമുട്ടി നിലപാടെടുത്ത ആളുകളാണ്. ബംഗാളിൻ്റെയൊക്കെ അതിർത്തി ഗ്രാമങ്ങളിൽ CPM വഹിച്ചിട്ടുള്ള പങ്ക് എല്ലാവർക്കും അറിയാമാണ്, ഇവിടുത്തെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോഴും കോൺഗ്രസ്സുകാർക്ക് സംശയം ഉണ്ടായിരുന്നു ബംഗ്ലാദേശിൽ ഇങ്ങോട്ട് വരണമെന്ന്. ഞങ്ങൾക്ക് ആ സംശയം ഉണ്ടായിരുന്നില്ല. അഭയാർത്ഥി സമൂഹങ്ങൾക്ക് അഭയം കൊടുക്കുക എന്നത്, അവർ ഇവിടെ വന്ന് ഒരു നിശ്ചിത ഘട്ടം വരെ താമസിച്ചാൽ അവർക്കിവിടെ പൗരത്വം കൊടുക്കുക എന്നുള്ളത് അവരുടെ അവകാശമാണെന്ന് ശക്തമായി പറഞ്ഞ പാർട്ടിയാണ് CPM. എന്നാൽ കോൺഗ്രസിന് അങ്ങനെ ഒരു ചരിത്രമില്ല. അത് അനൂപിനെ പോലുള്ള സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്താണ് നിങ്ങളിപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന വലിയ ഒരവസ്ഥയുണ്ട്. നിങ്ങൾ വർഗീയമായി ചേരിതിരിക്കാനും വോട്ടുകൾ ഏകീകരിക്കാനും ഒരു ശ്രമം നടത്തിയെന്നത് വസ്തുതാപരമായ നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിലുണ്ട്. ആ തെളിവുകളെല്ലാം എന്താണ്? ഇവിടെ പോലീസിലെ എടുത്തുകൂടെ കേസ് എടുത്തു, 7ഓളം കേസുകൾ എടുത്തു, 10-16 കേസുകൾ ഇപ്പോൾ നിലനിൽക്കുക. എല്ലാ കാര്യങ്ങൾക്കും പിറകെ പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരം കുറ്റവാളികൾ ഏത് പാർട്ടിക്കാരും, അനൂപിയുടെ ഏതോ ഒരു CPM-കാരൻ്റെ പേര് പറഞ്ഞല്ലോ, ഈ വിളയാട്ടൂരോ വാലിയക്കോടോ എവിടെയായാലും അങ്ങനെ ഒരു കെ നാരായണൻ എന്ന് പറയുന്ന ഒരു CPM പ്രവർത്തനം ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ വർഗീയമായ ഒരു തരത്തിലുണ്ടെങ്കിൽ കൃത്യമായ നിലപാടെടുക്കണം. അവരെ സംരക്ഷിക്കുന്ന, അവരെ നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ നവമാധ്യമങ്ങളിൽ നടക്കുന്ന വലിയ ചർച്ചയാണ്. ലെഫ്റ്റിന് വേണ്ടി കഴിഞ്ഞ ദിവസം ലെഫ്റ്റിന് വേണ്ടി നവമാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ പിണറായി വിജയൻ അഭിവാദ്യം ചെയ്യുന്നതൊക്കെ കണ്ടല്ലോ. അപ്പോൾ അവിടെ ലെഫ്റ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ വടകരയിൽ ടീച്ചറല്ലാതെ മറ്റാര് ജയിച്ചാലും, എന്ന് വെച്ചാൽ ഷാഫി ജയിച്ചാൽ അത് വടകരയുടെ ഉള്ളടക്കം വർഗീയമായി പോയി എന്ന് വിലപിക്കുന്നത് കാണുകയാണ്. സത്യത്തിൽ ഒരു ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പാണ്. ടീച്ചർ ജയിക്കാം അല്ലെങ്കിൽ ഷാഫി ജയിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശവാദം ഉണ്ടാവും. ഇതിൽ ആര് ജയിച്ചാലും ടീച്ചറല്ലാതെ മറ്റൊരു വിജയമാണെങ്കിൽ അത് വർഗീയമായ വിജയമാണെന്ന് നരേറ്റീവ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനോട് യോജിക്കുന്നുണ്ടോ പാർട്ടി? അല്ല, ഞങ്ങളങ്ങനെ എവിടെ ശ്രമിച്ചു? വടകരയിൽ വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് വോട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളെ എങ്ങനെ തടയാമെന്ന ഒരു ഗൂഢാലോചന ഈ സ്ഥാനാർത്ഥിയോ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും നടത്തി. ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അങ്ങനെ നടത്തിയിട്ടില്ലെങ്കിൽ ഇത്തരം പോസ്റ്റുകൾ വന്നപ്പോൾ, ഇത്തരം പ്രചരണങ്ങൾ വന്നപ്പോൾ, പ്രത്യേകിച്ച് കേളുവെട്ടൻ, ഞാൻ ഇവിടെ കോഴിക്കോട് കഴിഞ്ഞ വർഷം ഞങ്ങൾ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ടീച്ചർ നടത്തിയ പ്രസംഗം, അതിൽ എവിടെയും എന്താണ്
ഏതെങ്കിലും രീതിയിൽ പ്രവാചകനെ നിന്ദിക്കുന്നതായിട്ട് ഒരു വാക്കോ പരാമർശമോ ധ്വനിയോ ഉണ്ടായിരുന്നില്ല. അതിനെയൊക്കെ നല്ല ബുദ്ധിപരമായിട്ട് കട്ട് ചെയ്ത് ടീച്ചർ പ്രവാചകനെ വരെ നിന്ദിച്ച ആളാണ്. ഈ ടീച്ചർ ഈ അജ്ഞതയുടെ കാലഘട്ടത്തിലെ ജാഹിലിയ കാലഘട്ടത്തിൻ്റെ പ്രതിനിധിയാണ് പ്രവാചകൻ എന്ന് പറഞ്ഞു എന്ന രീതിയിൽ പ്രചരിപ്പിച്ചവരാരാണ്? ഈ ഫൈസൽ ബാബുവിൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളുകളല്ലേ വ്യാപകമായി പ്രചരിപ്പിച്ചത്. അത് കണ്ടിട്ട് പല മുസ്ലിം പണ്ഡിതന്മാർ ആശങ്ക, ടീച്ചർ ഇങ്ങനെ മുസ്ലിം ഇസ്ലാമിൻ്റെ ചരിത്രം അറിയാത്ത ഒരാളാണോ, പ്രവാചകനെ നിന്ദിക്കുകയാണോ? അവരും പോസ്റ്റ് ഇട്ടു. പിന്നീട് അവർക്ക് യഥാർത്ഥ വീഡിയോയെ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി ഇത് പിൻവലിച്ചു. അങ്ങനെ പിൻവലിച്ചപ്പോഴും അവരുടെ പേരിൽ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചതാരാണ്? യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരല്ലേ. ഞാൻ ഫൈസൽ ബാബുവിനെ പോലുള്ള സുഹൃത്തുക്കളോട് പറയുന്നത്, നിങ്ങൾക്ക് ഈ രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും ഒക്കെ നിലനിൽക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ 4 വോട്ടിന് വേണ്ടി ഷാഫിക്ക് വേണ്ടി ഈ വൃത്തികെട്ട് ചെയ്ത ആളുകളെ എന്താണ് കൃത്യമായ നിലപാടെടുത്ത് പുറത്താക്കുകയോ വേണ്ടത്. അവർക്കെതിരായിട്ട് പോലീസ് കേസ് കൊടുക്കുമെന്ന് പറയല്ല. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ആളുടെ ഭാഗത്ത് അത്തരം നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടിയെടുക്കും. വർഗീയ പ്രചരണം എന്ന് പറയുന്നത് CPM-ന്റെ ഭാഗത്ത് ഉണ്ടാക്കി നടപടിയെടുക്കുന്നതാണ്. അല്ല, ഞാനിപ്പോ VR അനൂപ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അല്പസമയം മുമ്പ് ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുകയാണ്, ശൈലജ ടീച്ചറുടെ പടം വെച്ചിട്ട് വർഗീയ ടീച്ചർമ്മ എന്ന തലക്കെട്ടിൽ. ഈ നിലയ്ക്കുള്ള ഒരു സമീപനമാണോ ആരോഗ്യകരമായ ഒരു ജനാധിപത്യ പ്രക്രിയയ്ക്കകത്ത് സ്വീകരിക്കേണ്ടത്? ഇപ്പോൾ KK ശൈലജ ടീച്ചറെ വർഗീയ ടീച്ചർമ്മ എന്ന് വിളിച്ചാൽ അത് കേരളത്തിന് കുറച്ച് ഡൈജസ്റ്റ് ആവാൻ പ്രയാസമുള്ള സംഗതിയാണ്. ഷാഫി പറമ്പിലിനെയും അങ്ങനെ വിളിക്കാൻ പാടില്ല. ഷാഫി പറമ്പിൽ മതനിരപേക്ഷതയ്ക്ക് അപ്പുറം പോയിട്ട് വർഗീയമായ സമീപനം സ്വീകരിക്കുന്നു എന്ന് നമുക്ക് പൊതുവിൽ പറയാൻ കഴിയില്ലോ. അയാൾക്ക് നേരിട്ട് പങ്കാളിത്തം ഉണ്ടായിരുന്നു ഇതിലെന്ന് നിങ്ങളും സമ്മതിക്കില്ല. നമ്മൾക്ക് അതിനുള്ള എവിഡൻസ് ഒന്നും ഇല്ല തന്നെ. അപ്പോൾ വർഗീയ ടീച്ചറമ്മ എന്ന് വിളിക്കുന്ന നിലവാരത്തിൽ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുവന്ന് എത്തിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഷാഫി പറമ്പിലിനെ പ്രതിസ്ഥാനത്ത് നിർത്തി ഇത്തരമൊരു ആരോപണത്തിന് ശൈലജ ടീച്ചറെ പോലെ ഒരാൾ നിൽക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടല്ലേ ഷാഫി പറമ്പിൽ അവർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചത്. ഷാഫി പറമ്പിൽ ബോധപൂർവമായി വർഗീയ പ്രചരണം നടത്തുന്നു എന്ന് പറയുന്നു ഒരു ഭാഗത്ത്. അതുകൂടാതെ ശൈലജ ടീച്ചറെ വ്യക്തിപരമായി അവരുടെ സ്ത്രീത്വത്തെ പോലും അധിക്ഷേപിക്കുന്ന തരത്തിൽ ഷാഫി പറമ്പിൽ പ്രചരണ പ്രവർത്തനം നടത്തുമെന്ന് പറഞ്ഞത് ശൈലജ ടീച്ചറാ. ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞു വീഡിയോ ഉണ്ടെന്ന്, പിന്നീട് അവർ തന്നെ വീഡിയോ ഇല്ല എന്ന് നിഷേധിക്കുന്നു. വീഡിയോ അല്ല, ടീച്ചർ പിക്ചർ എന്നാ പറഞ്ഞ അനുവേ, വസ്തുതാവിരുദ്ധമായി പറയരുത്. എന്തെങ്കിലും തരികിട പറഞ്ഞ് പോകാമെന്ന് ധരിക്കരുത്. ടീച്ചറുടെ പ്രസംഗം പൂർണ്ണമായി ഇവിടെ കേൾപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. വെറുതെ എന്തെങ്കിലും ഇത്തരം ചർച്ചയിൽ വന്നിട്ട് ഫേക്ക് വീഡിയോസ് തനിക്കെതിരെ പ്രചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഫേക്ക് വീഡിയോസ് അവൈലബിൾ ആണ്. ഫേക്ക് വീഡിയോസും ഫോർൺ ഓഫ് പിക്ചറും എന്നാണ് പറഞ്ഞത്. വളരെ വ്യക്തമാണ് ടീച്ചറുടെ. ഇവിടെ ആ പ്രസംഗം പൂർണ്ണമായി വേണമെങ്കിൽ നിഷാദിന് കാണിക്കാം. അവിടെ അല്ലല്ല, അതിൽ നിന്ന് അവർ പിന്നോട്ട് പോയി എന്നുള്ള വാദം തെറ്റാണ്. അതിൽ നിന്ന് പിന്നോട്ട് പോയി എന്നുള്ള വാദം തെറ്റാണ്. അങ്ങനെ ഉരുളണ്ട. നിങ്ങളുടെ ടീച്ചറമ്മയെ ഇന്ന് വീണ്ടും എന്നാണ് വർഗീയമ്മ എന്ന് വിളിച്ചിരിക്കുക. എന്ത് അധ്യക്ഷനാണ് ഈ രാഹുൽ മാക്കൂട്ടമാണ് വടകരയിലെ പ്രവർത്തനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. അനൂപിനെ അറിയാത്താണോ? അനൂപ് സംഘടന അനൂപ് പറയൂ. അതായത് ഷാഫി പറമ്പിലിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ KK ശൈലജയെ വർഗീയ ടീച്ചറമ്മ എന്ന് വിളിച്ചിരിക്കുകയാണ്. ആ നിലയ്ക്കുള്ള പ്രതികരണം നമ്മൾ അപ്പുറത്തുനിന്ന് ഷാഫിക്കെതിരെ കണ്ടില്ല. ഷാഫി വർഗീയവാദിയാണ് എന്ന് പറയുന്ന ആരെ അപ്പുറത്തുനിന്ന് കണ്ടില്ല. ഷാഫി പറമ്പിൽ തന്നെയാണ് ഇത്തരം പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഷാഫി പറമ്പിൽ ഈ പറയുന്ന ഇവർക്കെതിരെ വീഡിയോ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത് ഷാഫി പറമ്പിലിനെ കൂടി പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടല്ലേ? ഇത് വളരെ കൃത്യമായി ഷാഫി പറമ്പിൽ ഇവിടേക്ക് സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കപ്പെടുമ്പോൾ K മുരളീധരൻ ഇല്ലാത്ത, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇല്ലാത്ത എന്ത് അധിക ബാധ്യതയാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന താങ്കൾ അത് ഈ വിവാദം ഈ തെരഞ്ഞെടുപ്പിലെ ഒരു സവിശേഷ സംഗതിയാണ്. അപ്പൊ അതിലെ സ്ഥാനാർത്ഥിക്ക് അതിനെ തള്ളിപ്പറയാനുള്ള ബാധ്യത ഉണ്ടോ എന്നാണ് ചോദ്യം. അതായത് നമ്മൾ കാണുന്നത് ഈ നിലയ്ക്കുള്ള സംഗതികളുടെ ഒരു വലിയ തോതിലുള്ള ഒരു പെരുക്കം കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിലാണ്. അപ്പൊ അത് വടകരയിലാണ് കാണുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും വടകരയിലെ സ്ഥാനാർത്ഥി അതിനെ തള്ളിപ്പറയുന്നുണ്ടോ എന്നതാണ് ക്വസ്റ്റ്യൻ തോന്നുന്നു. എന്റെ പൊന്നു നിഷാദെ, ഷാഫി പറമ്പിലിന്റെ പേര് ഷാഫി എന്നായതുകൊണ്ട് കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ഞങ്ങൾ അങ്ങനെ കാണില്ല അനൂപേ. താങ്കൾ വെറുതെ അനാവശ്യം മീഡിയ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കണ്ട. താങ്കൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട. ഞങ്ങൾ പേരിന്റെ പേരിലൊന്നും ആരെയും എന്താണ് മതത്തിന്റെയോ വംശത്തിന്റെ അടിസ്ഥാനത്തിൽ അധിക്ഷേപിക്കുന്നവരല്ല. ഒരു സെക്കൻഡ് കേട്ടി. അനൂപേ, ഷാഫി ഓരോ തവണയും വന്ന് മതേതരവാദിയാണെന്ന് സർട്ടിഫൈ ചെയ്യണം എന്നല്ല. ഈ നടക്കുന്ന സംഗതികളെക്കുറിച്ച് മറുപടി പറയാൻ അദ്ദേഹത്തിന് ഒന്നാമത്തെ ബാധ്യത ഉണ്ടല്ലോ എന്നാണ് ചോദ്യം. അതായത് തനിക്ക് വോട്ട് കിട്ടാനെന്ന മട്ടിലാണ് ഇത് പ്രചരിക്കുന്നത്. അപ്പോൾ ഈ വിളി, കാഫർ വിളി, അല്ലെങ്കിൽ ഈ വ്യാജ വീഡിയോ ഉണ്ട്, സംഘ് പരിവാറിൻ്റെ IT സെല്ലിനെ പോലെ മുറിച്ചെടുത്ത വ്യാജ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ള വോട്ട് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്നതാണ് പ്രശ്നം. അല്ലാതെ ഷാഫി പറമ്പിലായ ഞാൻ ഐ എം നോട്ട് എ ടെററിസ്റ്റ് എന്ന് പറഞ്ഞില്ല എന്നതല്ല.
ഇതിന്റെ ഇത്തരം വിവാദങ്ങൾ നടക്കുമ്പോൾ തന്നെ ഷാഫി പലവട്ടം പറഞ്ഞു, എന്നെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാൻ നോക്കരുത്, എനിക്ക് മതത്തിന്റെ പേരിലുള്ള പ്ലസ് വേണ്ട, എന്തെങ്കിലും പ്ലസ് ആഗ്രഹിക്കുന്നെങ്കിൽ അത് മതേതരത്തിന്റെ പ്ലസ് ആണ്, എന്നെ ഒരു വിഭാഗത്തിന്റെ ആളായി കാണരുത് എന്ന് പോലും ഷാഫി പറഞ്ഞു. ഇതിൽ കൂടുതൽ എല്ലാ ദിവസവും ഞാൻ മതേതരവാദിയാണെന്ന് ആവർത്തിക്കേണ്ട അധിക ബാധ്യത ഷാഫിക്ക് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഷാഫി ഇതിൽ കൂടുതൽ എന്താണ് പറയേണ്ടത്? ഷാഫി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കണോ? ഷാഫിയുടെ മതേതരത്വം സർട്ടിഫൈ ചെയ്ത് CPM നിന്ന് കിട്ടുന്നത് വരെ ഷാഫി കാത്തിരിക്കണോ? ഷാഫി കേരളത്തിൽ തന്നെ ഷാഫി എടുത്ത നിലപാടുകൾ പല വിഷയങ്ങളിലും അങ്ങനെ എക്സ്ട്രീമായി ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ. ശരി, അങ്ങനെ പറയേണ്ട കാര്യം ഷാഫിക്കില്ല, അല്ലെങ്കിൽ അയാൾക്ക് അയാളുടെ മതഭിന്നതായി പോയത് കൊണ്ട് അയാളുടെ മതനിരപേക്ഷതയെക്കുറിച്ച് സെൽഫ് സർട്ടിഫിക്കേഷൻ വേണമെന്ന വാദമൊന്നും ഇവിടെ വെച്ചില്ല, അങ്ങനെയില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം ഷാഫി കുറച്ചുകൂടി വ്യക്തതയോടെ സംസാരിക്കുന്നത് കണ്ടു. കാഫർ എന്ന് വിളിച്ചിട്ടുള്ള വോട്ട് വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട എന്നൊക്കെ അദ്ദേഹം കുറച്ചുകൂടെ വൈകാരികമായും കുറച്ചുകൂടി തീക്ഷ്ണമായും പറയുന്നത് കണ്ടു. അതെന്തേ പോളിംഗിന് മുമ്പേ ഉണ്ടായില്ല എന്ന ക്വസ്റ്റ്യൻ പറയുന്നത്? വലിയ തോതിലുള്ള വർഗീയ ധ്രുവീകരണത്തിലുള്ള പരിശ്രമങ്ങൾ ഉണ്ടായി. 6 മണി കഴിഞ്ഞതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതിന് ഷാഫിയാണ് അതിന് പിന്നിൽ എന്ന് പറയുമ്പോ അതിന് മറുപടി പറയാൻ ഷാഫി പറമ്പിൽ നിർബന്ധിതമായി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആ സമയത്ത് ശൈലജ ടീച്ചറെ പോലൊരു നേതാവ് മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് വലിയ വർഗീയ ധ്രുവീകരണത്തിനാണ് UDFും UDFന്റെ സ്ഥാനാർത്ഥിയും പരിശ്രമിച്ചത് എന്നുള്ള നിലയ്ക്ക് പറയുമ്പോൾ ഷാഫിക്ക് അതിന് മറുപടി പറയേണ്ടി വരില്ലേ? ശരി, അതിനപ്പുറം പറയേണ്ട ബാധ്യത ഷാഫിക്ക് ഉണ്ടായിരുന്നില്ല, പറയേണ്ട കാര്യങ്ങൾ ഷാഫി പറഞ്ഞിട്ടുണ്ട് എന്ന്. ചർച്ചയിലേക്ക് വീണ്ടും ഫൈസൽ ബാബു, ഇതിനകം പിടിക്കപ്പെട്ട ആളുകൾക്ക് ലീഗ് ബാന്ധവമുണ്ട്, അല്ലെങ്കിൽ ഈ വ്യാജ വീഡിയോകളും മറ്റും ഷെയർ ചെയ്ത ആളുകൾക്ക് ലീഗ് അനുഭവമുണ്ട് എന്നതാണ് നേരത്തെ കെട്ടിക്കുഞ്ഞിക്കണ്ണൻ ചൂണ്ടിക്കാണിച്ച കാര്യം. അങ്ങനെയുള്ള ആളുകൾ അത് ഷെയർ ചെയ്യുന്നത്, അത് പ്രചരിപ്പിക്കുന്നത് ശൈലജ തോക്കണം, ഞങ്ങളുടെ ഷാഫി ജയിക്കണം എന്ന ആഗ്രഹത്തിലായിരിക്കില്ലേ? അതിന് നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലാന്നുണ്ടോ? എന്താ ഞങ്ങളുടെ ഷാഫി ജയിക്കണം എന്ന് കരുതിയാൽ എന്താ പ്രശ്നം? ഷാഫി UDFന്റെ സ്ഥാനാർത്ഥിയല്ലേ? കാസർഗോഡ് ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പിൽ ലീഗുകാർ കാണിക്കുന്ന ആവേശം, തൃശൂരിൽ മുരളിയുടെ തെരഞ്ഞെടുപ്പിൽ ലീഗുകാർ കാണിക്കുന്ന ആവേശം, AK ആന്റണി തിരൂരങ്ങാടിയിൽ വന്നപ്പോൾ ആന്റണിയെ ഏറ്റെടുത്ത ആവേശം, ഏതു തെരഞ്ഞെടുപ്പിലും ലീഗിന്റെ പ്രവർത്തകർ UDFന്റെ ഒരു സെക്കൻഡ് കക്ഷിയാണെങ്കിൽ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥി വരുമ്പോൾ കോൺഗ്രസിനേക്കാൾ വലിയ ആവേശത്തോട് കൂടിയിട്ട് ആ സ്ഥാനാർത്ഥിയെ ഏറ്റെടുക്കുന്നു എന്നുള്ളത് തീർത്തും രാഷ്ട്രീയമാണ്. അതിനെ രാഷ്ട്രീയമായി കാണാതെ അതിന് മതത്തിന്റെ നിറം നൽകി ടെമ്പററി താൽക്കാലിക ലാഭത്തിനു വേണ്ടി CPM നടത്തുന്ന ഈ ആഖ്യാനങ്ങൾ, വ്യാഖ്യാനങ്ങളെല്ലാം അതിന്റെ ഗുണഭോക്താവ് അന്തിമ വിശകലനത്തിൽ CPM ആയിരിക്കില്ല, BJP ആയിരിക്കുമെന്ന് CPMന്റെ കുഞ്ഞിക്കണ്ണനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കിയാൽ നന്ന് എന്നാണ് വർഗീയ പോസിറ്റീവാണോ രാഷ്ട്രീയ സ്പിരിറ്റ് കാണിക്കുക? വർഗീയ പോസിറ്റീവാണോ? നിഷാദ് ചോദിച്ച വർഗീയ പോസ്റ്റ് ഇടുന്നതിനെ കുറിച്ച് നിങ്ങളെ രാഷ്ട്രീയ സ്പിരിറ്റ് ഞങ്ങൾ അംഗീകരിക്കുന്നു, അതൊരു ജനാധിപത്യ സമൂഹത്തിൽ വളരെ വളരെ ശ്ലാഘനീയമായ കാര്യമാണ്. പക്ഷെ വർഗീയ പോസ്റ്റ് ഇടപെട്ടിട്ടില്ല. എന്റെ ഫോണിൽ ഷാഫിയുടെ ക്യാമ്പയിനിൽ റെഡ് ബോയ്സ് ഇട്ട പോസ്റ്റർ ഞാനിപ്പോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഷാഫിയുടെ ക്യാമ്പയിനിൽ ലീഗുകാരൻ പച്ചക്കൊടി പിടിച്ച ആ ഫോട്ടോ ഇട്ടിട്ട് ഷാഫി മത്സരിക്കുന്നത് പാകിസ്ഥാൻ മണ്ഡലത്തിലാണോ എന്ന് CPM ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതേത് തലം? അത് സ്വർഗീയാണോ? നിങ്ങൾ പറയുമ്പോൾ സ്വർഗീയവും അബ്ദുൾ സദസ്സിലെ പച്ചബോർഡും പച്ചപ്പായവും വർഗീയമാക്കിയ നിങ്ങൾ, ബഹുമാന്യനായ കുഞ്ഞിക്കണ്ണൻ സാറേ, സഖാവെ, ഞാൻ വളരെ ആദരവോടുകൂടി കാര്യം പ്രവാസി ഗ്രൂപ്പിനകത്ത് ഇങ്ങനെ ലീഗിന്റെ കൊടി കാണുമ്പോൾ ഷാഫി മത്സരിക്കുന്നത് പാകിസ്ഥാനിലാണോ എന്ന് ചോദിക്കുന്ന സംഗതി സ്ക്രീൻഷോട്ട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിന് കുഞ്ഞിക്കണ്ണൻ ഉത്തരം പറയണം എന്ന് പറയുന്ന ഫൈസൽ ബാബു, മറ്റ് സംഭവങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയണം എന്ന ലോജിക്കിനെ എടുക്കുന്നില്ലേ? നിഷാദെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം വിജയരാഘവനെ പോലുള്ള CPMന്റെ ഉന്നതരായ നേതാക്കൾ, VS അച്യുതാനന്ദനെ പോലുള്ള CPMന്റെ ഉന്നതരായ നേതാക്കൾ, ഈ വടകര മണ്ഡലം കോഴിക്കോട് ജില്ലയിലാണല്ലോ. കോഴിക്കോട് ജില്ലയിലെ CPMന്റെ ജില്ലാ നേതൃത്വം 6-ാം നൂറ്റാണ്ടും പ്രാകൃതം അതൊക്കെ അതൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യം. ഫൈസൽ ബാബു ഇവിടെ നുണ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വിശദീകരിക്കാൻ എനിക്ക് സമയം വേണ്ടി വരും. ഇത് അനാവശ്യമായിട്ട് നിങ്ങൾ കുറെ കാലമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ നിഷാദിനോടാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. ഞങ്ങളുടെ
ഞങ്ങൾ CPM-നെതിരെ ഉന്നയിക്കുന്ന ആരോപണം CPM-ന്റെ പാർട്ടി ഘടനയിലെ ഏറ്റവും താഴെയുള്ള സൈബർ സഖാവിന്റെ പെരുമാറ്റത്തെക്കുറിച്ചല്ല, സൈബർ ഇടങ്ങളിൽ നിങ്ങൾ നടത്തുന്ന മോബ് ലിഞ്ചിങ്ങിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. CPM-ന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നിരുത്തരവാദിത്തത്തോടുകൂടി നിങ്ങൾ നടത്തിയ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായി ഫൈസൽ ബാബു. അതായത് CPM-ന്റെ നേതാക്കൾ നടത്തിയിട്ടുള്ള വർഗീയ സ്വഭാവമുള്ള കമന്റ്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത് എന്നാണ്. ഞാൻ ആ ചോദ്യം സി കെട്ടിക്കുഞ്ഞുങ്ങളോട് ഉറപ്പായും ചോദിക്കും. അതിന് മുമ്പ് താങ്കൾ പറഞ്ഞു ഞങ്ങളുടെ ലീഡേഴ്സ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരു കമന്റ് നടത്തിയിട്ടില്ലെന്ന്. വർഗീയ ടീച്ചറമ്മ എന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് എഴുതി വെച്ചതിനെ കുറിച്ച് താങ്കളുടെ നിലപാട് എന്താണ്? ഞാനിപ്പോൾ ആ പോസ്റ്റ് വായിച്ചു. അത് ശൈലജ ടീച്ചറും ശശികല ടീച്ചറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്നില്ല എന്നാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചിട്ടുള്ളത്. വർഗീയ ടീച്ചർമാ എന്ന എഴുത്തോടു കൂടിയാണ് അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ലീഡേഴ്സ് ആരും മറ്റുള്ളവരെ വർഗീയതയുടെ പേരിൽ ആക്ഷേപിച്ച് ചരിത്രമുള്ളവരല്ല എന്ന്. KK ശൈലജയെ പോലെയുള്ള ഒരു നേതാവിനെ, ഒരു സ്ഥാനാർത്ഥിയെ വർഗീയവാദി എന്ന് വിളിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ ഉത്തരവാദപ്പെട്ട നേതാവ്. നിങ്ങൾ സ്വയം അഭിമാനിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ആരെയും വിളിക്കാറില്ല എന്ന്. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അവിടുത്തെ ചാർജ് ഉണ്ടായിരുന്ന ആൾ വിളിച്ചതിനെ കുറിച്ചാണ് എന്റെ ചോദ്യം. ഷാഫി പറമ്പിലിനെതിരെ അദ്ദേഹത്തിന്റെ മതസ്വത്വം, അദ്ദേഹം പള്ളിയിൽ പോയത്, നിസ്കരിച്ചത്, അതെല്ലാം ബാധ്യതയാക്കി അദ്ദേഹത്തിനെതിരെ വൻ ക്യാമ്പയിൻ നടത്തുകയും ഷാഫി പള്ളിയിൽ പോയത് വർഗീയമാണ് എന്ന് പറയുന്ന ഒരു സ്ക്രീൻഷോട്ടോ മറ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റോ ഉണ്ടെങ്കിൽ പറയാമോ? ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. അല്ല, ഇവിടെ ഇപ്പോ ഞാന് ഷാഫി, നിഷാദെ, ഞാനിപ്പോ ഇന്നിപ്പോ വളരെ CPM-ന്റെ വളരെ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകൻ എഴുതിയൊരു പോസ്റ്റിന്റെ താഴെ ഇവരിട്ടിരിക്കുന്ന ഒരു ചിത്രം ഷാഫി പാണക്കാട് വന്ന സമയത്ത് തങ്ങൾ പ്രാർത്ഥിച്ച് ഷാഫിയുമായിട്ട് ഇരിക്കുന്ന ഒരു ചിത്രമാണ്. എന്തൊരു വർഗീയതയാണ് ഇവർ കളിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ്. കുഞ്ഞിക്കണ്ണൻ സഖാവ് മത്സരിക്കാൻ വേണ്ടി പാണക്കാട് വന്നു കഴിഞ്ഞാലും അവിടുത്തെ ഒരു ശീലപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കും. ഇത്തരം കൂട്ടായ്മകളെപ്പോലും, ഇത്തരം സംഭവങ്ങളെപ്പോലും ഇവർ ഇങ്ങനെ വർഗീയമാക്കുമ്പോൾ, ഷാഫിക്കും ഉമ്മയില്ലേ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് അതിനെതിരെ പ്രതികരിക്കേണ്ടത്? മതേതര പറയേണ്ടത് ഞങ്ങൾക്ക് വിളിക്കാൻ റൈറ്റ് ഉണ്ടെന്നാണ്. അല്ല, തീർച്ചയായിട്ടും വെറും കാരണങ്ങളല്ല, പൊട്ടൻഷ്യൽ കാരണങ്ങളുണ്ട്, വെറും കാരണങ്ങളല്ല. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പ്രചാരണം ഞങ്ങൾ സംഘപരിവാർ ഇപ്പോൾ സത്യത്തിൽ വിയർക്കുന്നുണ്ടാവും. കാരണം ഞങ്ങളെ സ്പേസിലെ പന്താണല്ലോ CPM തട്ടിപ്പോണത്, ഞങ്ങളുടെ സ്പേസും കൂടി CPM ഒക്യുപ്പൈ ചെയ്യാണല്ലോ എന്ന വിഷമം ശശികല ടീച്ചർക്കും മറ്റും ഉണ്ടാകുമെന്നാണ് ശൈലജ ടീച്ചറുടെ ക്യാമ്പയിനും മറ്റും കാണുമ്പോൾ BJP ആലോചിക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതാകാം. NP ചെക്കുട്ടി, ഇതിനകത്ത് ഒരു ആരോഗ്യകരമായ മത്സരത്തിനകത്ത് സ്വീകരിച്ചു പോവേണ്ട ചില പരിധികളുണ്ടല്ലോ, അതിനപ്പുറം ചാടിക്കിടക്കുന്നുണ്ട് ഇരുപക്ഷവും എന്ന അഭിപ്രായം താങ്കൾ പങ്കുവെക്കുന്നുണ്ടോ? അതായത് വർഗീയത ഒരു ഫാക്ടറാവുമ്പോൾ അതിൽ ആർക്കാണ് നേട്ടമുണ്ടാക്കാൻ കഴിയുക എന്ന ആലോചന രണ്ടു കൂട്ടരെയും പരിധിക്കപ്പുറത്തേക്ക് ചാടാൻ പ്രേരിപ്പിച്ചുവെന്ന്. അല്ല, വർഗീയത ഒരു ഫാക്ടറായിട്ട്, വർഗീയത ഒരു ക്യാമ്പയിൻ ഇഷ്യൂ ആയിട്ട് നമ്മൾ വടകരയിൽ മാത്രമല്ല കാണുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹം കുഞ്ഞുവാണിയും കുഞ്ഞുഞ്ഞും അതുപോലെ തന്നെ കുഞ്ഞാലിയും ഒക്കെ ഒന്നിച്ചു നിൽക്കുന്നതിനെക്കുറിച്ചും കേരളം ഭരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് ഒരു അമീറിന്റെ പേരും അദ്ദേഹം പറഞ്ഞു. അപ്പം ആ തരത്തിൽ കേരളത്തിൽ ഒരു തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ എന്താ പറയുക ഡോഗ് വിസ്ലിംഗ്, വ്യാജമായിട്ടുള്ള ചില ഇമേജുകൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ കേരളത്തെ വിഴുങ്ങാൻ പോവുകയാണ് എന്ന ഒരു പ്രതീതി, ഭൂരിപക്ഷ സമുദായം വളരെ ശ്രദ്ധിക്കണം എന്ന ഒരു തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ്, ഇത് ഇന്നൊന്നിലും തുടങ്ങിയതല്ല. അത് വളരെ പ്രധാനപ്പെട്ട സമുന്നതരായിട്ടുള്ള കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ തന്നെ ചില സമയങ്ങളിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. താല്പര്യങ്ങളാണ്, രാഷ്ട്രീയമായിട്ട് നേട്ടം കിട്ടാൻ, വോട്ട് കിട്ടാൻ, ഭരണം കിട്ടാൻ ഒക്കെ നീട്ടങ്ങളാണ്. പക്ഷേ അതിൻ്റെ ഒരു സ്വാഭാവികമായ പരിണതിയിലേക്ക് എത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ തരത്തിലൊരു കമ്മ്യൂണലൈസേഷൻ, ഈ കമ്മ്യൂണലൈസേഷൻ എല്ലാ പാർട്ടികൾക്കുണ്ട്. ഞാൻ CPM-നെ മാത്രം കുറ്റം പറയില്ല. CPM ഒരു വർഗീയ പാർട്ടിയാണുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഈ വർഗീയമായിട്ടുള്ള പ്രചാരവേല, ഈ വർഗീയമായിട്ടുള്ള ഡോഗ് വിസ്ലിംഗ് കുറേ കാലങ്ങളായി ആ പാർട്ടി നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയുടെ പ്രവർത്തകർ, താഴേക്കടിയുള്ള പ്രവർത്തകർ, അനുയായികൾ, ബഹുജന സമൂഹം അവരൊക്കെ തന്നെ പൂർണ്ണമായിട്ടും വർഗീയവൽക്കരിക്കപ്പെടുന്ന ഒരു പ്രതീതി നമുക്ക് കാണാനുണ്ട്. ഇപ്പോൾ സോഷ്യൽ
മീഡിയ കണ്ടാൽ, കമൻറ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ ഒക്കെ തന്നെ വളരെ 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 ഖേദകരമായിട്ടുള്ള ഒരു വലതുപക്ഷവൽക്കരണം ആ പാർട്ടിയിൽ നമ്മൾ കാണുന്നുണ്ട്. BJP പോലുള്ള ഒരു പാർട്ടിയായിട്ട് CPM വളരുന്നത്, അല്ല BJP പോലെ തരത്തിലേക്ക് ആ പാർട്ടി താഴുന്നത് തീർച്ചയായും ആ പാർട്ടിയും ഗുണം ചെയ്യില്ല, കേരളത്തിലും ഗുണം ചെയ്യില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ശരി. അല്ല, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, നേരത്തെ ഫൈസൽ ബാബു പറഞ്ഞതും നമുക്ക് ഈ നവമാധ്യമങ്ങളിലെ മുഖമില്ലാ കളി മാറ്റിവെക്കാം. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കുഞ്ഞുമാണി, കുഞ്ഞുഞ്ഞ് പോലെയുള്ള പരാമർശം നടത്തി നായ്ച്ചൂളം അടിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ അമീറിൻ്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും ഹസൻ്റെയും ഒക്കെ പേര് പറഞ്ഞു, കോടിയേരി ബാലകൃഷ്ണൻ, പച്ചബോർഡിൻ്റെ ഉദാഹരണമൊക്കെ അദ്ദേഹം പറയുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിനകത്തെ കളിക്കളത്തിനകത്ത് എന്തൊക്കെ കളി എങ്ങനെ കളിക്കണം എന്ന കാര്യത്തിൽ CPM-ന്റെ നേതാക്കൾ ഉത്തരവാദിത്തപ്പെട്ട കസേരയിലിരിക്കുന്ന ആളുകൾ തന്നെ ചെയ്തിട്ടുണ്ട്. അത് അണികൾ ആ നിലയ്ക്ക് ബുദ്ധിപൂർവ്വം നടപ്പിലാക്കുന്നു എന്നൊരു ആരോപണം ഉന്നയിക്കാൻ അവർക്കൊരു സ്പേസ് ഉണ്ടല്ലോ KT. അല്ല, നിഷാദിനും അറിയാം, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാ ആൾക്കും അറിയാം, നമ്മളൊരു സംഘടിത രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പേരിൽ എന്താണ് അത്തരം ഹെയ്റ്റ് ക്യാമ്പയിനെ നമ്മൾ തിരിച്ചറിയണം. ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് ഏതെങ്കിലും ഘട്ടത്തിൽ അവരുടെ സംഭാഷണങ്ങളിലോ പ്രസംഗങ്ങളിലോ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ പത്രക്കാരെ കാണുമ്പോൾ വന്നിരിക്കുന്ന വാക്കുകളെ മാത്രം എടുത്തിട്ട് CPM-ന്റെ പൊസിഷനെ നിങ്ങൾ ദയവ് ചെയ്ത് വിലയിരുത്തരുത്. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ വളരെ അപകടകരമായ രീതിയിൽ ഭീഷണിയാവുന്നു എന്ന സംഘപരിവാറിൻ്റെ അജണ്ടക്കെതിരായിട്ട് രാഷ്ട്രീയമായി മാത്രമല്ല, പ്രത്യയശാസ്ത്രപരമായി ശക്തമായ നിലപാടെടുത്ത് ദേശീയ തലത്തിൽ അതിശക്തമായി പോരാടുന്ന, കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് അതിശക്തമായി പോരാടുന്ന പ്രസ്ഥാനം CPM-ആണ്. CPM-മായി ബന്ധപ്പെട്ട ഒരു ബൗദ്ധിക വിഭാഗം ഇന്ന് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാറിനെതിരായിട്ടുള്ള പ്രതിരോധത്തെ ആർക്കും അങ്ങനെ പുച്ഛിച്ച് തള്ളാനോ കുറച്ച് കാണാനൊന്നും പറ്റില്ല. ഇവിടെ ഫൈസൽ ബാബുവിനെ പോലുള്ള സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ തെറ്റായ ഒരു നറേഷൻ ഉണ്ടാക്കുക. സഖാവ് VS എപ്പോഴാണ് പറഞ്ഞത് മുസ്ലിങ്ങൾ വളർന്നു? അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പൊളിറ്റിക്സ് എന്താണ്, RSനെ പോലെ അവരെന്താണ് കാണുന്നതെന്ന് വിശദീകരിക്കുകയായിരുന്നു. അത് ഏത് കാലത്ത്? ജോസഫ് മാഷ കൈവെട്ടിയ കാലത്തുള്ള ഒന്നാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സന്ദർഭത്തിൽ അടർത്തി മാറ്റിയിട്ട് CPM BJP-യെ പോലെ തന്നെ ഒരു ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടിയാണ് എന്ന് വരുത്തുന്നത് വഴി നിങ്ങൾ ചെയ്യുന്ന എന്താണെന്നറിയോ? ഇന്ത്യയിൽ വളർന്നു വരുന്ന വർഗീയ ഫാസത്തെ, അത് പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിക്കായ ഒരു പൊളിറ്റിക്കൽ അജണ്ടയിൽ നിന്ന് മെജോറിറ്റിസത്തെ ഉൽപ്പാദിപ്പിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെ സഹായിക്കുകയാണ്. നിങ്ങൾക്കതിൽ യാതൊരു മടിയുമില്ല. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ കൊടി പിടിക്കാൻ അനുവദിക്കുന്നില്ല. ആരാ പ്രതിരോധിച്ചത്? 2019-ലും ഇപ്പോഴും അതിനെതിരായിട്ട് ശക്തമായ ഒരു പ്രത്യയശാസ്ത്രപരമായ പ്രതിരോധം ലീഗുകാരുടെ ഭാഗത്തുണ്ടോ, കോൺഗ്രസ്സുകാരുടെ ഭാഗത്തുണ്ടോ? ഒരു ഉളുപ്പുമില്ലാതെ പറയുക കൊടി പിടിക്കണ്ടെങ്കിൽ കൊടി പിടിക്കണ്ട. എന്താ അതിൻ്റെ അർത്ഥം? നമുക്ക് പറയണ്ടേ, നമുക്ക് ചരിത്രം പറയണ്ടേ? ചരിത്രം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സമയത്താണ് നമ്മുടെ ആയുധമാവുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ത്രിവർണ്ണ പതാകയും ചുവന്ന കൊടിയും പച്ച പതാകയും എല്ലായിടത്തും ഉയർന്നിട്ടുണ്ട്. റോയൽ നേവിയിലെ കലാപകാലത്ത് ഉയർത്തിയ പതാകയാണ്, ചെങ്കൊടിക്കൊപ്പം ഉയർന്ന പതാകയാണ് പച്ചക്കൊടി. മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ഒന്നിച്ചിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുണ്ട്. എന്നാൽ ആ പോരാട്ടത്തിൻ്റെ സമരമുഖങ്ങളിൽ എവിടെ ഉയരാത്ത കൊടി ആ കാവിക്കൊടി. ആ കാവിക്കൊടിക്കാർ ആണ് പച്ചക്കൊടി ഉയരാൻ പാടില്ല, അത് പാകിസ്ഥാൻ്റെ കൊടിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കുന്നതിൽ മുസ്ലിം ലീഗുണ്ടോ? അതിനെ പ്രതിരോധിക്കുന്നതിൽ കോൺഗ്രസ് ഉണ്ടോ? ഞങ്ങൾ എന്തുകൊണ്ടാണ് പ്രതിരോധിക്കുന്നത്? ഞങ്ങൾ പ്രതിരോധിക്കുന്നത് നമ്മുടെ ഒരു ദേശീയ ചരിത്രത്തെ തന്നെ നിഷേധിച്ചുകൊണ്ടാണ് ഫാസിസ്റ്റുകൾ ഈ രാജ്യത്ത് അവരുടെ ഒരു ആധിപത്യം, അധീശത്വം രൂപപ്പെടുത്താൻ പോകുന്നത്. ഈ കാര്യത്തിലൊന്നും നിലപാടില്ലാത്ത നിങ്ങൾ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്താണ് വളരെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തി. അതൊരു യാഥാർത്ഥ്യമാണ്. ഈ ആരോപണം പരസ്പരം അതിശക്തമായി ഉന്നയിക്കാൻ സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. VR അനൂപ്, എനിക്ക് ഒരിക്കൽ കൂടി വരാൻ നിവൃത്തിയില്ലാതെ പോയി, ദയവായി അങ്ങ് മനസ്സിലാക്കി ക്ഷമിക്കുമല്ലോ. എന്തായാലും വടകരയുടെ ജനവിധി വർഗീയതയാൽ സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ്, വർഗീയതയാൽ നിർണ്ണയിക്കപ്പെട്ട ഒന്നാണ് എന്ന് ആരെഴുതിയാലും ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അവിടുത്തെ ആളുകളുടെ ഉന്നതമായ ജനാധിപത്യ ബോധത്തെ, മൂല്യത്തെ അവമതിക്കുന്ന ഒന്നായിരിക്കും അത്. ഈ പ്രധാന രംഗത്തുണ്ടായിട്ടുള്ള മോശം സംഗതികളെ തള്ളിപ്പറയേണ്ടതുണ്ട്, അത് എവിടെ നിന്ന് വന്നായാലും. പക്ഷേ ജനവിധിയാകെ അതിന്മേൽ സ്വാധീനിക്കപ്പെട്ടതാണ് എന്ന വാദം പൂർണ്ണാർത്ഥത്തിൽ നാം തള്ളേണ്ടതുണ്ട്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.